സ്തോത്രം ചെയ്യുന്ന നാഥാസ്തു. ഒരിക്കൽ കൂടെ കർത്താവെ, ഈ സൂം പ്ലാറ്റ്ഫോം വഴിയായി ഞങ്ങൾക്ക് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥ സ്തുതിക്കുന്നു. ഞങ്ങൾ അല്പസമയം അവിടുത്തെ സന്നിധിയിൽ ചിലവിടുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങൾക്ക് വിടുതലും ബലവുമായിരിക്കുവാൻ, ഞങ്ങളുടെ ആത്മാവിന് അത് ബലമായിരിക്കുവാൻ, കർത്താവെ ആത്മീകമായി ഞങ്ങൾ വളരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ സഹായിക്കുമാറാകണം. യാതൊരു വിധമായ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസും ഇല്ലാതെ കർത്താവെ ഈ മീറ്റിംഗ് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാട്ടുപാടി ആരാധന ലീഡ് ചെയ്യുവാൻ നിന്റെ മക്കളെ നീ ഒരുക്കിയിരിക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. അവരോട് കൂടെ ഇരിക്കുമാറാണ്. ആത്മാവിൽ നിറഞ്ഞ് പാട്ടുകൾ പാടുവാൻ അവരെ സഹായിച്ചാട്ട്. പ്രാർത്ഥനകളും അഭയാചനകളും കേട്ടിരിക്കിയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം കൂടെ ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അല്പസമയം പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് മഹത്വം കരയേറ്റുന്നത് നമ്മൾക്ക് ഉചിതമാകയാൽ നമ്മൾക്ക് കർത്താവിനെ പാട്ടുപാടി ആരാധിക്കാം. ബെന്നി ബ്രദറിനെയും കുടുംബത്തെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ ഗാനങ്ങൾ അവർ പാടി ആരാധിക്കുന്നത് നമ്മൾക്കൊക്കെ സന്തോഷമാണ്. നമ്മൾക്ക് അവരെ ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കണം. ആരാധനയിൽ അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ അവരോട് ചേർന്ന് പാടുക. ദൈവം സഹായിക്കട്ടെ. പ്രിയ ബെന്നി ബ്രദറും കുടുംബവും. താങ്ക് യു ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നമ്മുടെ രക്ഷിതാവും നടത്തിപ്പുകാരനും വേഗം രാജാവായി വരുന്നവനുമായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എല്ലാ സ്നേഹവന്ദനങ്ങളെയും അറിയിക്കുകയാണ്. ദൈവം ഓരോരുത്തരെയും തൊട്ട് ഇന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വരാൻ നമ്മുടെ ആരാധ്യൻ നമ്മുടെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ്. അവൻ്റെ നാമം ആരാധ്യ നാമം. അവിടുന്ന് എപ്പോഴും ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ, പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ സ്തുതികളിൽ മേൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ. Oh, that name of Jesus is the greatest name in the heaven and in the earth. Hallelujah. That name which heals the sick. That name bless the poor in spirit. That name gives us the joy and power in our life. എങ്കിൽ ദൈവമക്കളെ, നമുക്ക് ആ വലിയ നാമത്തെ, ആ വലിയ ശക്തിയുള്ള നാമത്തെ, സ്വർഗത്തിലും ഭൂമിയിലും ആരാധിക്കപ്പെടുന്ന ഒരേ ഒരു നാമം യേശു എന്ന നാമം, ആ കർത്താവിനെ നമുക്ക് ചേർന്ന് അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ ബലം പ്രാപിക്കാം. ഹല്ലേലൂയ. Glory to God. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name.
സാക്ഷ്യം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എന്നാൽ എൻ്റെ 13-ാമത്തെ വയസ്സിൽ സർവശക്തനായ ദൈവം തൻ്റെ സ്നേഹം ഹല്ലേലൂയ എന്നിലേക്ക് ചൊരിഞ്ഞു. ആ കൃപ എൻ്റെ മേൽ വന്നപ്പോൾ 13-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്ത്, അമേരിക്കയുടെ പ്രദേശത്ത് ഞങ്ങൾ കടന്നു വന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന, കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ഹല്ലേലൂയ ബാപ്റ്റിസം, സ്നാനം, വിശ്വാസ സ്നാനം ഞങ്ങൾ ഒരുമിച്ച് സ്വീകരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. ഹല്ലേലൂയ. ആ സമയങ്ങളിലൊക്കെയും വളരെയേറെ പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകൾ എൻ്റെ ജീവിതത്തിൽ ധാരാളം ഞാൻ അനുഭവിച്ചു. ആ സമയത്തൊക്കെയും ഒരാശ്വാസം പറയുവാൻ, ഒരാശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് ചെന്ന് പറയുവാൻ എൻ്റെ മുൻപിൽ ആരുമില്ലായിരുന്നു. എൻ്റെ ബന്ധുമിത്രാദികളോ സ്വന്തക്കാരോ വീട്ടിലുള്ളവരോ ആരുമില്ലായിരുന്നു. ഞാൻ വാതിലടച്ച് ഹല്ലേലൂയ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, കർത്താവേ നിൻ്റെ കൃപ എന്നെ തേടി വന്നത് ഹല്ലേലൂയ അവിടുന്ന് മാത്രമാണ്, ഞാനല്ല. കർത്താവാണ് എന്നെ തേടി വന്നതെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ കൈപിടിച്ച് നടത്തുവാൻ അവിടുന്ന് മാത്രമാണെന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥതയോടെ, വേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നാളുകൾക്ക് ശേഷം ഹല്ലേലൂയ ആ ഒറ്റപ്പെടുത്തലുകൾ, ആ ഏകാന്തതകളൊക്കെയും എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മനുഷ്യ സ്നേഹത്തിൻ്റെ പിന്നിൽ ഞാൻ പോയിരുന്നുവെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായിട്ടും ഒരിക്കലും ഈ വലിയ സ്നേഹം, ദൈവീയ സ്നേഹത്തെ, ആ നിത്യതയെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ട് താൽക്കാലികമായ ഈ മരണം കൊണ്ട് അവസാനിക്കുന്ന ഈ മനുഷ്യ സ്നേഹത്തിലേക്ക് ഞാൻ പോകുമായിരുന്നു. ദൈവം കാലക്രമേണ എനിക്കത് മനസ്സിലാക്കി തന്നു. മകളെ, നീ എന്നെ നോക്കിയാണ് നീ ഇറങ്ങിയതെങ്കിൽ ഹല്ലേലൂയ ആ സ്നേഹം ഞാൻ നിന്നിലേക്ക് ചൊരിഞ്ഞു തരുന്നു. അന്ത്യം വരെയും നിന്നെ കൈപിടിച്ച് നടത്തുവാൻ, നിൻ്റെ കുടുംബത്തെ നടത്തുവാൻ ഞാൻ മതിയായവനാകുന്നു. ആ സ്നേഹം എൻ്റെ ദൈവമക്കളെ ഒരിക്കലും നമ്മൾക്ക് ഹല്ലേലൂയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ്. അത് നമ്മൾക്ക് അനുഭവിച്ചേ മതിയാവൂ. എനിക്ക് കിട്ടിയ സ്നേഹവും എനിക്ക് കിട്ടിയ സമാധാനവും സന്തോഷവും എനിക്ക് വായിലെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ എനിക്ക് മതിയാകത്തില്ല. അത് പറഞ്ഞു തീർക്കുവാൻ നമ്മൾക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ആ സ്നേഹം നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഹല്ലേലൂയ. ആ മനുഷ്യ സ്നേഹം മാറിപ്പോകും. ദൈവത്തിൻ്റെ സ്നേഹം ഒരു നാളും മാറുകയില്ല. അറ്റുപോകാത്ത സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരവും എന്തെന്ന് നാം തിരിച്ചറിയണമെങ്കിൽ അപ്പൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ദൈവമക്കളെ, നമ്മളെല്ലാവരും ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈ ദൈവവചനം കേൾക്കുവാൻ ആകാംക്ഷയോടെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവ് നമ്മളെ ഏവരെയും പേർ വിളിച്ച് വേർതിരിച്ച് നമ്മുടെ പേര് തൻ്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാകുന്നു നമ്മൾ ഈ വചനം കേൾക്കുവാൻ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓടിക്കൂടി ഫ്രൈഡേ ആകുമ്പോൾ വരുന്നതിൻ്റെ കാരണം. ആ നല്ല സ്നേഹവാനായ കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. യഹോവ എത്ര നല്ലവനെന്ന് നമ്മൾ രുചിച്ചറിയണമെങ്കിൽ അപ്പൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കണം. ഹല്ലേലൂയ. നാം ഒന്നിച്ച് കർത്താവിൽ ആശ്രയിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ കർത്താവ് 2 മക്കളെ എനിക്ക് ദാനമായി നൽകി തന്നു. ഞങ്ങൾ 4 പേരും ദൈവകൃപയിൽ കർത്താവിൻ്റെ വേലയ്ക്കായി ആവോളം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിച്ച് മുൻപോട്ട് പോകുന്നു. ഹല്ലേലൂയ. നാം യഹോവ തന്നെ ദൈവമെന്നറിയും. അവൻ്റെ ആടുകളാണ് നാം. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നത് പോലെ അപ്പൻ നമ്മളെ ഓരോരുത്തരെയും മാറോട് ചേർത്ത് ഈ മരുഭൂയാത്രയിൽ ജീവിക്കുവാൻ വേണ്ട എല്ലാ കൃപകളും തന്നു നമുക്ക് കർത്താവ് നമ്മളെ വഴി നടത്തും. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് പാടും. ദൈവത്തെ ആരാധിക്കാം. സംഗീതത്തോടെ ഒന്നു കൂടുവേ
നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ സ്തുതി എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ആ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവമക്കളായ നമ്മെ ഹല്ലേലൂയ അവിടുന്ന് തിരഞ്ഞെടുത്തല്ലോ എന്നോർക്കുമ്പോൾ എത്ര സന്തോഷമാണ്. ഹല്ലേലൂയ. ആ കർത്താവ് ഹല്ലേലൂയ നമ്മെ വഴി നടത്തുവാൻ മതിയായവൻ, അവൻ വലിയവൻ. ഹല്ലേലൂയ. അവനല്ലാതൊരു ദൈവം നമുക്കില്ല. ഗ്ലോറി ടു ഗോഡ്. യേശയ്യാവിൻ്റെ 44:7 പറയുന്നുണ്ട്, ഞാൻ ആദ്യനും അന്ത്യനും, ഞാനല്ലാതൊരു ദൈവവുമില്ല. ആകയാൽ നമ്മുടെ ജീവനുള്ള നമ്മുടെ ദൈവത്തെ ജീവനോടെ നമുക്ക് ആരാധിക്കാം. ആ കർത്താവിൻ്റെ ജീവൻ, ആ കർത്താവിൻ്റെ സന്തോഷം, ആ കർത്താവിൻ്റെ വിടുതൽ നമുക്ക് പ്രാപിക്കാം. ദൈവമേ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സഹായിപ്പാൻ തന്റെ മഹിമയോ
മുതൽ ഹാലലിയ അന്ത്യം വരെ ഹാലലിയ ഗ്ലോറി ടു ഗോഡ്. ആ കർത്താവ് അനന്യനായി നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം, നമ്മോടുകൂടെ നമ്മളെ നടത്തുന്ന ദൈവം. എത്ര സന്തോഷമാണ് ദൈവമക്കളെ, ഇത്രയും സമയത്തോടെ ഹാലലിയ നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. നമുക്ക് നന്ദി പറയാം, പിന്നെ നമുക്ക് താണിരിക്കാം, ദൈവവചനത്തിന് മുമ്പിൽ നമുക്ക് താന്നിരിക്കാം. കർത്താവ് തുറന്നു നടക്കുന്ന സകല ശുശ്രൂഷയിൽ കൂടി നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം പങ്കുവെക്കുന്ന പാസ്റ്റർ ബിനോയ് ജോസഫിനെ കാൽവരിയുടെ ക്രൂശിൽ മറക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം സകലരുടെയും ഹൃദയങ്ങളെ തുറക്കട്ടെ. ജീവിതത്തിന് ആശ്വാസമായി, വിടുതലായി, സൗഖ്യമായി ഈ അന്ത്യനാളുകളിൽ അവനെ എതിരേൽക്കുവാനുള്ള പ്രത്യാശ നിറയ്ക്കുന്ന വചനമായി തന്നിൽ കൂടി വരട്ടെ എന്ന് ദൈവത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ബെൻ ബ്രദർ. ഫാമിലി, ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല പാട്ടുകൾ പാടി നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവില് പത്മോസിലായിരുന്നാലും തടവിലായിരുന്നാലും ഒരുപോലെ നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും വേളകളിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുണകൾക്കായി നമ്മൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മൾ ഓരോരുത്തരും പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് നമ്മൾക്ക് വളരെ വളരെ പറയുവാൻ ഉണ്ട്. ദൈവം നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ പാതകളിലും ദൈവം നമ്മൾക്ക് മതിയായവനായിരുന്നു. നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സാധാരണ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് പുറമെ പ്രിയ ബ്രദർ ദീപുവിനായി തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ചിന്നമ്മ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുക, അതുപോലെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിരിക്കുന്ന രാജൻ ജോർജിനായി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഡാളസിൽ എൻ്റെ പരിസര പ്രദേശത്ത് പാർക്കുന്ന ഞങ്ങളുടെ ഒരു ബന്ധുവാണ്, അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ ഹ്യൂസ്റ്റണിലുള്ള ചെറിയാൻ കെ തോമസിനായി പ്രാർത്ഥിക്കുക, ഹ്യൂസ്റ്റണിലെ തമ്പിക്കായി പ്രാർത്ഥിക്കുക, പ്രസാദിനായി വത്സയ്ക്കായി പ്രാർത്ഥിക്കുക, ഡോക്ടർ അലക്സിനായി ഉഷയ്ക്കായി പ്രാർത്ഥിക്കുക, ഷിനുവിനായി തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്റർ ജോയി ചെങ്കലിൻ്റെ ഫാമിലിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദാസി സൗഖ്യം പ്രാപിച്ചു വരുന്നു, ആ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മളുടെ തോമസ് കുട്ടി ബ്രദർ, നമ്മളുടെ പ്രാർത്ഥനയിൽ സാധാരണ പങ്കെടുത്തുകൊണ്ടിരുന്ന തോമസ് കുട്ടി ബ്രദറിൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അമ്മച്ചിക്ക് 100 വയസ്സ് ഉണ്ടായിരുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്നിപ്പോൾ വ്യൂയിങ് നടക്കുന്നു, നാളെ ഫ്യൂണറൽ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലും കോളേജുകളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹപ്രായം എത്തി നിൽക്കുന്നവര്, കുടുംബജീവിതത്തിൽ കടന്നവര്, കുഞ്ഞുങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർ, ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രായത്തിലായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവർ, സീനിയർ സിറ്റിസൺസ്, ഞാൻ എല്ലാവരുടെയും പേര് എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് എബ്രഹാം കുര്യൻ ബ്രദറിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റ് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിൽ സുവിശേഷ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത്, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സുവിശേഷ വേലയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പാസ്റ്റർ ലിജി ആമോസ് ലൈനിലുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. ലിജി പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ തന്നെ പ്രാർത്ഥിക്കാം. കരുണാമയനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം കർത്താവേ, ഈ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥ, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് വീണ്ടും ഒരുക്കിയ ഈ അവസരത്തിനായി
നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളുമായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ നിന്നും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുകയാണ് കർത്താവെ. ദീപുനായി പ്രാർത്ഥിക്കുന്നു, ചിന്നമ്മ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ രോഗത്തിൻ്റെ കാര്യങ്ങൾ അവിടുന്ന് അറിയുന്നു കർത്താവ്. വിടുതൽ കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിരിക്കുന്ന രാജുവിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകനെ നീ ഹീൽ ചെയ്യണം. ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന നാഥ സഹായിക്കണമേ. ഹ്യൂസ്റ്റണിലുള്ള പ്രിയ സഹോദരൻ ചെറിയാൻ തോമസിനായി പ്രാർത്ഥിക്കുന്നു. ഹ്യൂസ്റ്റണിലെ തമ്പിക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മക്കളെ നീ ബലപ്പെടുത്തണം, സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വത്സയ്ക്കായി പ്രസാദിനായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ അലക്സിനായി ഉഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ചിന്നുവിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്യാൻസർ എന്ന രോഗത്താൽ കർത്താവെ ഭാരപ്പെടുന്ന പലരും വേറെയുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പൊന്നു കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജോയി ചെങ്കലിനായി തൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പുതിയ കൃപ, പുതിയ ബലം, പുതിയ ശക്തി ആ കുടുംബത്തിൽ പകരണം. ദാസിയെ കർത്താവെ ഹീൽ ചെയ്യുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും ദാനമായി തന്നിരിക്കുന്ന മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവ വഴികളിൽ അവരെ വളർത്തുവാൻ കർത്താവെ മാതാപിതാക്കളെ അവിടുന്ന് സഹായിക്കുമാറാകണം. പലരും കർത്താവെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ആയിരിക്കുന്നു കർത്താവെ. സ്കൂളിലേക്കും കോളേജുകളിലേക്കും പോകുവാൻ ഒരുങ്ങുന്നവരുണ്ട്. ഓരോരുത്തരോടും കൂടെ അവരിരുന്ന് സഹായിക്കണം. നിന്റെ വഴികളിൽ നടക്കുവാൻ, നിന്റെ സാക്ഷികളായി കർത്താവെ, സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും കർത്താവെ നിന്റെ സാക്ഷികളായി നിൽക്കുവാൻ തക്കവണ്ണം അവരെ ഓരോരുത്തരെയും ഒരുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹപ്രായമെത്തിയ ഞങ്ങളുടെ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കുടുംബജീവിതങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ തക്കതായ തുണകളെ കർത്താവെ അവിടുന്ന് കാണിച്ചു കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പലവിധമായ പ്രയാസ പ്രതികൂലങ്ങളിലായിരിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിനും ഡ്രഗ്സിനും അടിമകളായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലര് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, അതുപോലെ പ്രായമായവരുണ്ട്, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ അവരെ കർത്താവെ മറച്ചുകൊണ്ട് അവർക്ക് വിടുതലിനെ അവിടുന്ന് കൽപ്പിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് പലവിധമായ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവെ. നീ അവരെ എല്ലാ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളെ കേൾക്കുന്നവൻ ഞങ്ങളുടെ ദൈവമാകയാൽ ആ പാദപീഠത്തിലേക്ക് എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു. സുവിശേഷ വേലയുടെ മുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ അമേരിക്കയുടെ പ്രദേശത്ത് നിന്റെ വേലയിലായിരിക്കുന്നവരുണ്ട്. ഈ അമേരിക്കൻ ഐക്യനാടുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും ഈ ദേശത്ത് അഭിവൃദ്ധിയും പകരുമാറാകണം. ഇന്ത്യയിൽ സുവിശേഷ വേലയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചന വിരോധികൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലങ്ങളിൽ കർത്താവെ നിന്റെ സ്നേഹത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ അവിടുത്തെ ദാസിദാസന്മാരെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകമെങ്ങും നടക്കുന്ന സുവിശേഷ വേലകൾ, സുവിശേഷ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അറബ് രാജ്യങ്ങളിൽ കർത്താവെ, അതുപോലെ സുവിശേഷ വിരുദ്ധരാൽ കർത്താവെ ഭരിക്കപ്പെടുന്ന ദേശങ്ങളിൽ നിന്റെ വേലയുമായി പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുവാൻ കർത്താവെ, നോക്കി പാർത്ത് ഇരിക്കുന്നവരെ ഒരുക്കുവാൻ കർത്താവ് നിന്റെ ദാസിദാസന്മാരെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈനിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും കർത്താവ്, ഓരോ ഡിവൈസിൻ്റെയും പുറകിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഓരോരുത്തരോടും സംസാരിക്കുമാറാകണം. ഓരോരുത്തരുടെ മനസ്സിൻ്റെ സ്ഥിതികൾ അറിഞ്ഞ് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. വാർദ്ധക്യ സഹജമായ ശാരീരിക ക്ഷീണങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവ്, ബലം പകരുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലേക്കെല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. വചനം സംസാരിക്കുന്ന അവിടുത്തെ ദാസനായി സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായത് അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു നാഥ. കർത്താവെ, വചനം ശക്തിയോടെ ശുശ്രൂഷിക്കുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തണം. ആരെങ്കിലും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ സഹായിച്ചു മാറാകട്ടെ. പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാകയാൽ അവിടുന്ന് തക്ക സമയത്ത് മറുപടികളെ അയക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അവിടുത്തേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകളും അഭയാചനകളും കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരം അരുളുമാറാകണമേ.
ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പലതവണ നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ദൈവം വചനം സംസാരിച്ചു. തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി, കരുണകൾക്കായി നമ്മൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കേൾക്കുവാൻ നമ്മൾക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒരുക്കി ആയിരിക്കാം. വീഡിയോ ഓൺ ചെയ്യാൻ സാഹചര്യങ്ങൾ അനുവദിക്കുന്നവർ വീഡിയോകൾ ഓൺ ചെയ്താൽ നന്നായിരിക്കും. മുഖം കണ്ട് സംസാരിക്കുന്നത് പലപ്പോഴും സംസാരിക്കുന്നവർക്ക് ഒരു ഉത്തേജനമാണ്. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ബിനോയ് ജോസഫ്. പ്രൈസ് ലോർഡ്. സൗണ്ട് ഓക്കെ ആണോ? കുഴപ്പമില്ല പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിൽ സന്തോഷമുള്ള മുഖങ്ങളെ കണ്ട് സന്തോഷത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. രാത്രിയും പകലുമായി നടക്കുന്ന ഈ മീറ്റിങ്ങിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ വലിയവനായ ദൈവം എന്നെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിയാൽ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിന് ശക്തമായ നേതൃത്വം നൽകുന്ന ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ പിതാവിന് തുല്യം സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ പ്രിയ തോമസ് മത്തായി, ഞാൻ തോമസ് അങ്കിൾ എന്നാണ് വിളിക്കുന്ന പ്രിയ ലിൻ്റെ ആൻറ്റി, അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിങ്ങിൽ രാവിലെ എഴുന്നേറ്റ് ഉറക്കളച്ചിട്ടാണെങ്കിലും നാട്ടിൽ നിന്നൊക്കെയും പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത്. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം നമ്മളോട് ഇടപെടുവാൻ വേണ്ടി വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ചിന്ത വിഷയമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നൽകുന്ന ക്രിസ്തു. സ്വാതന്ത്ര്യം നൽകുന്ന ക്രിസ്തു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാനൊരാളുടെ പേര് പറയാൻ മറന്നുപോയി. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ബെന്നി ബ്രദർ ആൻഡ് ഫാമിലി ഞാൻ വളരെ ക്രിസ്തുവിൽ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. ഈ കാലഘട്ട കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നുവല്ലോ. ഒരുമിച്ച് വീണ്ടും കടന്നു വരുവാൻ ഇടയായ കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്താ വിഷയം സ്വാതന്ത്ര്യം നൽകുന്ന ക്രിസ്തു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നവരാ, ഇവിടെ സിറ്റിസൺഷിപ്പൊക്കെ എടുത്തവരുണ്ട്. എങ്കിൽ തന്നെയും ഇന്ത്യയെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലേ നമുക്ക് ഒരു തിളപ്പുണ്ട് രക്തത്തിന് അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ദിനമാണ്. 1947 ഓഗസ്റ്റ് മാസം 15 അമേരിക്കയിൽ താമസിക്കുന്ന നമുക്കറിയാം, അമേരിക്കയ്ക്കും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. അതേത് വർഷമാണ്? 1776 ജൂലൈ മാസം 4 എങ്ങനെ നോക്കിയാലും ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരോട് ചോദിച്ചാലും ഇവിടെയുള്ളവരോട് ചോദിച്ചാലും പറയുവാനിടയായിത്തീരും, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും സ്വതന്ത്രമായി പുറത്തു വന്ന ആ ദിവസത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. അന്നേ ദിവസമാണ് നാം സ്വാതന്ത്ര്യ ദിനം അഥവാ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം
ഈ വചന ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവപൈതൽ പറയുവാൻ ഇടയായി തീരണം. ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ വിടുതൽ, ഞാൻ അടിമത്തത്തിൽ നിന്ന് ഞാൻ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത്. പിശാചിന്റെ അടിമ നുകത്തിൽ നിന്ന് ദൈവം എന്നെ സ്വതന്ത്രമായി പുറത്തു കൊണ്ടുവന്നതിലാണ് ജീവനോടെ ഞാൻ ആയിരിക്കുന്നത്. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായിത്തീരും? നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഗലാത്യൻ ചാപ്റ്റർ 5 വേഴ്സ് 1. ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വന്തമാക്കി അടിമത്തത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്, ഉറച്ചു നിൽപ്പീൻ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഒന്നാമത്തെ ചിന്ത, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയാൽ അടുത്ത പദം ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. പിന്നെ ഒരു വാണിംഗ് കൂടെ തരുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അടിമ നുകത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് തിരിച്ച് പോകരുത്. അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കുന്നത് ചില അടിമ നുകങ്ങൾ തകർന്നതിനാലാണ്. പ്രിയ മാതാവേ, ഇന്ന് സന്തോഷത്തോടെ കുടുംബമായിട്ട് തലമുറയായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നത്. ഇന്നലകളിൽ നമ്മെ ബന്ധിക്കപ്പെട്ട ശാപകരമായ അടിമ നുകത്തിൽ നിന്ന് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ഒരു യജമാനൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകി. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. ഇന്ന് രാത്രികാലം ആത്മനിയോഗത്താൽ പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ സംസാരിക്കുന്നു. ഒരുപക്ഷെ വേദനയോടും നിലവിളിയോടും രോഗത്തിന്റെ പിടിയിലാകുമ്പോൾ ഞാൻ ഈ രോഗത്തിന്റെ അടിമയാണോ എന്ന് ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടെങ്കിൽ, തലമുറയോർത്ത് കരയുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവമേ, എന്നെനിക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യമായിട്ട് പുറത്തു വരുവാൻ കഴിയും. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ ഉയർത്തി കാണിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ആരും നൽകാത്ത സ്വാതന്ത്ര്യമാ പ്രിയമുള്ളവരെ എൻ്റെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ വചനം ഞാൻ എടുത്ത് സംസാരിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ എന്നെ തകർക്കുവാൻ നോക്കിയ പിശാചിന്റെ അടിമനുഖത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അവനൊപ്പം പറയാൻ ആരുമില്ല. അവനെ പോലെ ആരാധ്യനില്ല. രോഗികൾക്ക് സൗഖ്യം നൽകുന്ന, മനസ്സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്ന ആ രക്ഷകനായ ക്രിസ്തുവാണ് എന്നെ സ്വതന്ത്രമാക്കിയത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നു? നിങ്ങൾ ഇന്ന് ഈ സൂമിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ദൈവമേ, ഒരു അനുഗ്രഹ പ്രസംഗം അല്ലേ? നാം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെ നമ്മൾ ആഘോഷിക്കേണ്ടത്? സ്വാതന്ത്ര്യം എന്ന പദം അടിമത്വം എന്ന പദമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക, ശരിയല്ലേ? സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ അടിമത്വമായിട്ട് ബന്ധമുള്ള പദമാണ്. ദാസൻ അഥവാ ദാസി എന്ന പദമായിട്ട് ഈ സ്വാതന്ത്ര്യത്തിന് ബന്ധമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, അടിമ എപ്പോഴും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. അടിമ എപ്പോഴും യജമാനന്റെ അടിമത്വത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. യജമാനന്റെ ഇംഗിതത്തിന് അഥവാ യജമാനന്റെ ആഗ്രഹത്തിനൊത്തു വേണം ഒരു അടിമയ്ക്ക് ജീവിക്കുവാൻ. മൃഗവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിയാൽ മൃഗങ്ങളും അടിമയാണ്. ഒരു കയറുകൊണ്ട് മൃഗത്തെ കെട്ടിയിരിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാതെ ഇരിക്കുവാൻ ഈ ലോകത്തിലെ പ്രഭുവായ സാത്താന്റെ അധീനതയിൽ എവിടെയോ കെട്ടപ്പെട്ട് കിടക്കുന്ന വിഷയത്തിൽ നിന്ന് ഇന്നു രാത്രികാലം നാം സ്വാതന്ത്ര്യം പ്രാപിക്കണം. എത്ര പേർക്ക് ഉറപ്പോടുകൂടെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു? എന്നെ അടിമപ്പെടുത്തുവാൻ, ഒരു കയറുമായിട്ട് ബന്ധിക്കപ്പെടുത്തി എൻ്റെ കുടുംബത്തിന്റെ സമാധാനത്തെ തകർത്ത് കളയുവാൻ എവിടെയോ അതിരുകളിട്ട ദുഷ്ട പിശാചിന്റെ അടിമനുഖത്തെ തകർത്ത് കളയുന്നതാ ക്രിസ്തുവിലുള്ള
ശക്തിയുള്ള എൻ്റെ ആരാധനയുടെ വലിപ്പമെന്ന് ഞാൻ ആത്മാവിൽ ആലോചന കൈമാറുമ്പോൾ എത്ര പേർക്ക് ആമേൻ പറയുവാനിടയായിത്തീരും. എൻ്റെ സഹോദരി, നീ രോഗിയായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ രോഗത്തെ നോക്കി പറയണം, രോഗത്തിന് സൗഖ്യം നൽകുന്ന യഹോവ റാഫയായവന്റെ സൗഖ്യദായകന്റെ കരം എൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ടാൽ ഈ രോഗത്തിന്റെ അടിമനുഖത്തിൽ നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുവരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ മനസ്സമാധാനത്തെ കെടുത്തുവാൻ ആരെങ്കിലും നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ എതിരാളികൾ പലവിധം എഴുന്നേൽക്കാം. ശത്രുക്കൾ ഒരു വിധത്തിൽ അനേകം സമൂഹമായിട്ട് ഒരു കൂട്ടം നിന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്ത് വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ പറയണം, മഹാസൈന്യമായിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മുന്നിലുള്ള പ്രതികൂലത്തെ തകർത്തു കളയുന്ന അടിമനുഖത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നവൻ, അവൻ എന്നെ ബലപ്പെടുത്താൻ ശക്തനാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചോട്ടെ, മുന്നിൽ വന്ന് എൻ്റെ മുന്നോട്ടുള്ള വഴികൾക്ക് തടസ്സം സൃഷ്ടിക്കുവാൻ ശത്രുവിന് കഴിഞ്ഞേക്കാം. എന്നാൽ ആ തടസ്സത്തിന്റെ ആ ദുർഘടങ്ങളെ നിരപ്പാതയാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയ യജമാനനെയാ ഞാനും നിങ്ങളും ഇന്ന് ആരാധിക്കുന്നുവെന്ന് മറന്നു പോകരുത്. അടുത്ത ചിന്ത, നമ്മുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യം എന്തുവാ പ്രിയമുള്ളവരെ? ഈ വെളുപ്പാങ്കാലത്ത് ഞങ്ങളിങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ അല്ലേ നമ്മളോട് ചോദിക്കുക, നമ്മുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യം എന്തുവാ? ഒറ്റൊരു കാര്യമേ ഉള്ളൂ. നമ്മളിന്ന് നമ്മുടെ സ്റ്റാറ്റസിലൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അല്ലേ, അങ്ങനെ ഒരു ഇന്ത്യയുടെ എല്ലാ ഉള്ള പാട്ടുകളൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ പതാകയൊക്കെ വെച്ചുള്ള ആ സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ വാട്സപ്പിൽ നിട്ടില്ലായിരുന്നോ? എന്നാൽ ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും ഭാഗ്യ പദവിയും ഏറ്റവും വലിയ സ്വാതന്ത്ര്യമെന്ന് ഞാൻ പറയുമ്പോൾ എത്ര പേർക്ക് ആമേൻ പറയുവാനിടയായിത്തീരും? ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എത്ര പേർക്ക് പറയുവാൻ കഴിയും, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നതിനാലാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്, ആടി ഉലയുന്ന എൻ്റെ പടകിനെ ഉറപ്പിച്ചത് ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ വന്നതിനാലാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, സാത്താന്യ അടിമ ചങ്ങലയിൽ നിന്ന് ക്രിസ്തുവാകുന്ന സ്നേഹച്ചങ്ങലയാൽ അവൻ എന്നെ ബന്ധിച്ചപ്പോൾ ഇനി അടിമയെന്ന വിളിയല്ല എൻ്റെ കാതുകളിൽ ഞാൻ കേൾക്കുന്നത്, മകനെ മകളെ എന്ന കരുതലിന്റെ ശബ്ദമാണ് ആ യജമാനൻ എന്നെ കുറിച്ച് വിളിക്കുന്നത്. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളണം, ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇങ്ങനെ നന്ദിയോടുകൂടെ സ്തുതിക്കണം. ഇന്നലകളിൽ എൻ്റെ കാതുകളിൽ ഞാൻ കേട്ടത് അടിമ എന്നുള്ള വിളിയായിരുന്നു. പിശാച് എനിക്കിട്ട പേര് അടിമയെന്നാണ്. എന്നാൽ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, അവൻ എൻ്റെ സ്ഥിതിഗതികളെ മാറ്റിയപ്പോൾ, അവൻ എൻ്റെ സാഹചര്യത്തെ മാറ്റിയപ്പോൾ എൻ്റെ കാതുകളിൽ കേൾക്കുന്നത് മകനെ മകളെ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ ക്രിസ്തുവാകുന്ന ചങ്ങലയാൽ ഞാൻ ബന്ധിക്കപ്പെട്ടപ്പോൾ ഇനിയും ഞാനൊരു അടിമയല്ല. വീണ്ടും പറഞ്ഞാൽ അബ്ബാ പിതാവേ എന്ന് സ്വാതന്ത്ര്യമായി വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശം അവൻ എനിക്ക് നൽകി. എത്ര പേർ സന്തോഷമായിരിക്കുന്നു? ഇന്നലകളിൽ അടിമ നുഖത്തിൽ കിടന്ന നിന്നെ, ഇന്നലകളിൽ നിന്റെ മനസ്സമാധാനവും സന്തോഷമില്ലായ്മയും കൊണ്ടുവന്ന നിന്നെ, ഏതോ ഒരു പാരമ്പര്യത്തിന്റെ ഇന്നലകളിൽ തകർത്ത് കളയുവാൻ നോക്കിയ അടിമനുഖവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ ഇട്ട് കറക്കിയപ്പോൾ അതിന്റെ നടുവിൽ നിന്ന് പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച നിന്നെ ഇന്ന് പാപത്തിൽ നിന്ന്, ആ പാപബന്ധനത്തിൽ നിന്ന് അകറ്റി നിന്നെ പൂർണ്ണാരോഗ്യത്തോടുകൂടെ നിർത്തിയത് ക്രിസ്തുവാകുന്ന സ്നേഹ ചങ്ങലയാ. പ്രിയമുള്ളവരെ, ഒരു വശത്ത് അടിമ ചങ്ങല അഴിയുമ്പോൾ ക്രിസ്തുവാകുന്ന സ്നേഹച്ചങ്ങലയാൽ നാം ബന്ധിക്കപ്പെടുമ്പോൾ അവിടെ പറയണം, അവിടെ നിന്നാണ് ഞാൻ എഴുന്നേൽക്കാൻ പോകുന്നത്. ഒരിക്കലും നീ എഴുന്നേൽക്കുവാൻ പാടില്ല, ഒരിക്കലും നീ പുറത്തു വരില്ലെന്ന് പിശാച് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്നെ ഒതുക്കുവാൻ നോക്കിയ
മണ്ഡലത്തിൽ ആ ക്രിസ്തുവാകുന്ന യജമാനന്റെ കരമാണ് എന്നെ അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നന്ദിയോടുകൂടെ ദൈവത്തെ ആരാധിച്ചോ. ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യമാണ് എന്നെ സ്വതന്ത്രയാക്കിയത്. അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ സൽമൻ സോളമൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുവല്ലോ. ഈ അനേക സൂം പ്ലാറ്റ്ഫോമുകളിൽ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. നമുക്കറിയാം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകത എന്തുവാ? ഒന്നാമത്തെ ചിന്ത, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എൻ്റെ മുൻപിലുള്ള വഴികളിലെ ദുർഘടങ്ങളെ മാറ്റുന്നതാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകത. എത്ര പേർക്ക് ആലോചന മനസ്സിലായി? നമ്മുടെ മുന്നിൽ പല വഴികളുണ്ട്. ആ വഴിയെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നമ്മളെ വീഴ്ത്തുവാൻ നോക്കുന്ന ദുഷ്ടശക്തിയിൽ നിന്ന്, പൈശാചിക ശക്തിയിൽ നിന്ന്, ശത്രുവിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകതയെന്ന് മറന്നു പോകരുത്. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, മരണത്തിന്റെ ഭീതിയെ എന്നിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് അകറ്റുന്നതാണ് ക്രിസ്തു എനിക്ക് നൽകിയ സ്വാതന്ത്ര്യം. എത്ര പേർ നന്ദിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നു? ഇന്നലകൾ ഒരു അനർത്ഥം വന്നപ്പോൾ അനർത്ഥം വ്യസന കാരണമായി തീരാതെ എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിച്ച ഒരു നല്ല യജമാനനുണ്ട്. അവന്റെ പേരാണ് എൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നൽകുന്ന യഥാർത്ഥ യജമാനൻ എന്ന് മറന്നു പോകരുത്. രോഗികളൊക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. നിങ്ങൾ രോഗത്തെക്കുറിച്ച് നോക്കുമ്പോൾ, ശരീരത്തിലുള്ള രോഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, അയ്യോ, അടുത്ത നിങ്ങളുടെ ചിന്ത, ദൈവമേ മരിച്ചു പോകുമോ, എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് എഴുന്നേറ്റ് ജീവിക്കണമെന്നുണ്ട്, പക്ഷെ ഈ രോഗത്തിൽ ഞാനിങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഇന്ന് പ്രിയ തോമസ് അങ്കിൾ പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ചു. നാം പറയണം, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കുറപ്പുണ്ട് രോഗത്തിന്റെ ഭീതിയെ എന്നിൽ നിന്ന് അകറ്റുന്നത് ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യമെന്ന് ഞാൻ ആത്മാവിൽ ആലോചന അറിയിക്കുമ്പോൾ അത് എന്നോടുള്ള ദൂതാണെന്ന് ഉറപ്പുള്ളവർ നിങ്ങളുടെ ശരീരഭാഗങ്ങളിൽ, നിങ്ങളുടെ കരങ്ങളെ തൊട്ട് ഇപ്പോൾ തന്നെ ഉറപ്പോടെ വിശ്വാസത്തോടു കൂടെ പറ, എൻ്റെ രോഗത്തിന്റെ ഭീതിയെ മാറ്റുന്നത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ലോകത്തിലുള്ള യജമാനന്മാർ അടിമയെ അടിമകളായി കാണുമ്പോൾ, ക്രിസ്തുവാകുന്ന യജമാനൻ എന്നെ കാണുന്നത് ഒരു അടിമയെ പോലെയല്ല, എന്നെ മകനെ, മകളെ എന്ന് ഓമന പേര് ചൊല്ലി വിളിക്കുന്ന നല്ല ഒരു യജമാനനെയാ ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ നിന്ന് കയറിയവർക്ക് ഇത് പ്രഭാതമാ, അമേരിക്കയിലുള്ള നമുക്ക് ഈവനിങ്ങാ. എന്നാൽ പല ടൈം സോണുകളിൽ നാം ആയിരിക്കുമ്പോൾ ഒരു വശത്ത് ചിലർ കിടന്നുറങ്ങുന്നു, ഒരു വശത്ത് ചിലർ കിടന്ന് എഴുന്നേറ്റ് ഇരിക്കുന്നു, ബോധത്തോടുകൂടെ ഇരിക്കുന്നു. എന്നാൽ സമയഭേദങ്ങളിൽ മനുഷ്യന് ക്ഷീണങ്ങൾ ഉണ്ടാകാം. എന്നാൽ ബൈബിളിൽ പറയുന്നു, നാം ഉറങ്ങുമ്പോഴും നാം കിടക്കുമ്പോഴും മയങ്ങാതെ വണ്ണം, ഉറങ്ങാതെ വണ്ണം നമ്മളെ പരിപാലിക്കുന്ന ഒരു നല്ല യജമാനനുണ്ട്. ഈ ലോകത്തിലെ യജമാനന്മാർക്ക് പലതും പറഞ്ഞ്, പല ബിസി പറഞ്ഞ് അവർ നമ്മളെ കെയർ ചെയ്യാത്തപ്പോൾ, നാം ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ വണ്ണം നമ്മളെ കാത്തുപരിപാലിക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു യജമാനനെ പോലെ വേറൊരു യജമാനനെ ഈ ലോകത്തിലോ ഈ അഖിലാണ്ട കടാകത്തിലോ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഒന്നുകൂടെ പറയട്ടെ, ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ അടുത്ത പ്രത്യേകത, അവൻ എൻ്റെ പാപബന്ധത്തെ മാറ്റി. അടുത്തത്, എൻ്റെ പാപഭാരമെല്ലാം അവൻ തന്മേലേറ്റിയവനാ. ക്രൂശിൽ തൻ്റെ ചോര എൻപേക്കായി ഊറ്റിയപ്പോൾ അവൻ്റെ ജീവിതത്തെ മാറ്റി. ഇന്ന് രാത്രികാലം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ക്രൂശിൽ കൂടെ ഒഴുകി വന്ന ആ പുണ്യാഹ രക്തമാണ്
വചനമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയിരിക്കുന്നതെന്ന് ഞാൻ വചന സന്ദേശം ഇവിടെ കൈമാറുമ്പോൾ എത്ര പേർ നന്ദിയോടെ ദൈവത്തെ ഓർക്കുന്നു. ഇന്നലകളിൽ ഞാൻ തകർന്നു പോകേണ്ടിയ സ്ഥാനത്ത്, ഇന്നലകളിൽ ചെളിക്കുഴിയിൽ, പാപത്തിന്റെ ചെളിക്കുഴിയിൽ വീണു പോകേണ്ടിയ എന്നെ അവിടെ നിന്ന് കരകയറ്റി ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള സാക്ഷിയായിട്ട് നിർത്തിയത് ആ ക്രിസ്തുവാകുന്ന നല്ല യജമാനനാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, സ്വാതന്ത്ര്യം നൽകുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ പറയുക, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. നിന്നെ ഉറപ്പിക്കത്തില്ല, ഒരു ദേശത്ത് നിന്നെ ഉറപ്പിക്കത്തില്ല. നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ, നിന്റെ അടിസ്ഥാനത്തെ തകർത്ത് കളയുവാൻ, അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ ദുഷ്ടപിശാച് പദ്ധതിയിടുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ആഴം നമ്മിൽ വർദ്ധിക്കട്ടെ. ക്രിസ്തുവിന്റെ ഉറപ്പുള്ള ഒരു അടിസ്ഥാനമായിട്ട് മുന്നേറുന്നുവെങ്കിൽ, ആരെല്ലാം നിങ്ങളെ വെട്ടിവീഴ്ത്തുവാൻ നോക്കിയാലും, ആരെല്ലാം നിങ്ങളെ തകർക്കുവാൻ നോക്കിയാലും, നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലാകട്ടെ. അവൻ സ്വാതന്ത്ര്യം നൽകിയെങ്കിൽ ശത്രുവിന് നിന്നെ തൊടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പോടുകൂടെ ഈ വചനം കൈമാറുമ്പോൾ എത്ര പേർക്ക് ആമേൻ പറയുവാനിടയായിത്തീരും. ഒരിടത്തും നിന്നെ ഉറപ്പിക്കത്തില്ല. എങ്ങനെയെങ്കിലും പല കാറ്റുകൾ അയച്ച് നിന്നെ വീഴ്ത്തി വീഴുവാൻ നോക്കുമ്പോൾ അതിന്റെ നടുവിൽ പറ, എന്റെ വേര് ക്രിസ്തു ആകുന്ന വചനമാകുന്ന അതില് ഉറച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം, വൃക്ഷം അല്ലേ, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ അത് വെട്ടിയാലും അത് വീണാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അതിൽ നിന്ന് ഒരു പൊട്ടിക്കിളിർപ്പുണ്ടാകും. ഞാൻ ദൈവാലോചന കൈമാറുന്നത്, ഒരു വൃക്ഷത്തെ ലോകത്തിന് വെട്ടുവാൻ കഴിയുന്നത് അതിന്റെ ബ്രാഞ്ചസ് ആയിരിക്കാം. ആ പുറത്ത് കാണുന്ന തടിയെ വെട്ടിവീഴ്ത്തുവാൻ കഴിയും. കാറ്റ് അടുപ്പിച്ചു നോക്കി പലപ്പോഴും ആടി ഉലയുവാൻ കഴിഞ്ഞു. എന്നാൽ അകത്തേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വേരിനെ ഒരു കാറ്റിനോ മഴയ്ക്കോ മനുഷ്യനോ വെട്ടിമാറ്റുവാൻ കഴിയത്തില്ല. കാരണം അതിനെ പുറത്തു കാണുന്നതിനെ പുറം ലോകത്തിന് നശിപ്പിക്കുവാൻ കഴിയും. എന്നാൽ അകത്തേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വേര് ഉറപ്പുള്ളിടത്തോളം കാലം പുറമേയുള്ളത് എത്ര വെട്ടുകെട്ടപ്പെട്ടാലും എത്ര വെട്ടേറ്റാലും തകർന്നു വീണാലും അവിടെ നിന്ന് ഒരു പൊട്ടിക്കിളിർപ്പുണ്ട്. ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ ആലോചന കൈമാറട്ടെ. നിന്റെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ടുവരുമ്പോൾ വെട്ടപ്പെട്ടുവെന്നാ നീ ചിന്തിക്കുന്നത്. കുടുംബത്തിൽ തലമുറയുടെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ വെട്ടപ്പെട്ടു പോയെന്നാ നീ ചിന്തിക്കുന്നത്. എന്നാൽ ക്രിസ്തുവാകുന്ന ആ ഉറപ്പുള്ള പാറമേൽ അടിസ്ഥാനമുണ്ടെങ്കിൽ, നിന്നെ അടിമമുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നല്ല യജമാനിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ പറ, ഞാൻ വെട്ടിയാലും പൊട്ടി കിളിർക്കും. എന്റെ ഈ നാശത്തിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് ഞാനൊന്ന് പുറത്തു വരും. കാരണം പിശാചേ, പുറമേ ഉള്ളതിനെയോ നിനക്ക് തൊടുവാൻ കഴിയത്തുള്ളൂ, പുറമേ കാണുന്നതിനെയോ നിനക്ക് വെട്ടുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ വെട്ടുവാൻ കഴിയാത്ത ക്രിസ്തുവാകുന്ന ഒരു ബന്ധമുണ്ട്. ക്രിസ്തുവായിട്ട് എനിക്കൊരു ബന്ധമുള്ളിടത്തോളം കാലം ആ വേരിനോട് ഞാൻ പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ഒരു ശത്രുവിനും എന്നെ വെട്ടിമാറ്റുവാൻ കഴിയത്തില്ല. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായിട്ട് ഇടപെടുകയാ. കുടുംബത്തില് സ്വസ്ഥതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിൽ സംസാരിച്ചിട്ട് എത്ര നാളായി. മാതാവേ, നിന്റെ കുഞ്ഞു നിന്നോട് മിണ്ടുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നിന്റെ ഭർത്താവ് നിന്നോട് സൗമ്യമായിട്ട് ഇടപെടുന്നില്ല. നീ പ്രതികരിക്കണ്ട. നിന്റെ വേര് ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ആ നല്ല അപ്പനോട് പറ, അബ്ബാ പിതാവേ എന്ന് നിലവിളിക്കുവാൻ തയ്യാറായാൽ ഈ വെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് പൊട്ടിക്കിളിർക്കുന്ന ഒരു ദിനങ്ങൾ അതിവിദൂരമല്ല എന്ന് ഞാൻ ആത്മാവിൽ ആലോചന കൈമാറുമ്പോൾ അത് എന്നോടുള്ള ആലോചനയാണെന്ന് ധൈര്യത്തോടുകൂടെ പറഞ്ഞു. നമ്മളൊക്കെ സ്വതന്ത്രമായിട്ടിങ്ങനെ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ പലതും നമുക്ക് പറയാനുണ്ട്. അടിമ എന്ന് പറയുമ്പോൾ വിടുതലുകൾ മാത്രമല്ല,
നാം ചില വിഷയത്തിൽ അഡിക്ഷൻ ആയാൽ നാം അടിമയാണ്. ഞാൻ തെളിയിക്കാം. ഈ മീറ്റിംഗിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തർക്കും ഒത്തിരി അനുഭവങ്ങൾ പറയാറുണ്ട്. ആരാ പാപം ചെയ്യാത്ത? നിങ്ങൾ ഈ ലോകത്തിൽ ജനിച്ചിട്ട് ഇതുവരെ പാപം ചെയ്യാത്തവരുണ്ടോ? തെറ്റ് ചെയ്യാത്തവരുണ്ടോ? ആരുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. നമ്മളെല്ലാം തെറ്റുകളൊക്കെ ചെയ്തവരാ. ചോദിക്കുക, ഇപ്പൊ നിങ്ങളോടൊരു അനുഭവ സാക്ഷ്യം പറയാൻ നിങ്ങൾ പറയത്തില്ലേ, ഒരു കാലത്ത് റൗഡിയായി നടന്ന എന്നെ ഒരു കാലത്ത് കാണാൻ പാടില്ലാത്ത പ്രോൺ സൈറ്റുകൾ കൊണ്ടുപോലും ജീവിതത്തെ അടിമയാക്കി ലോക സുഖങ്ങളിൽ അടിമയായി കഴിഞ്ഞ എന്നെ ക്രിസ്തുവിന്റെ കരത്തിൽ പണിതെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതാ. ഇന്ന് ഞാൻ ഈ ആലോചന കൈമാറുമ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കോട്ടെ. ആർക്കും മെരുക്കുവാൻ കഴിയാതെ ഇരുന്ന നമ്മെ, ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ഇരുന്ന നിന്നെ കുഞ്ഞാടിനെ പോലെ ഈ മീറ്റിംഗിൽ സന്തോഷത്തോടുകൂടെ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു എന്നെ സ്വതന്ത്രമാക്കി, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അടുത്തത് ഒരു കാര്യം കൂടെ പറയണം. അടിമ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പല ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അടിമയ്ക്ക് അടിമയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ കഴിയത്തില്ല. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനകളായിരിക്കുക. നമുക്കറിയാം, എപ്പോഴും യജമാനൻ പറയുന്നത് അനുസരിച്ച് ഊവ് അല്ലേ, ചിലപ്പോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷെ അടിമ എപ്പോഴും യജമാനന്റെ നിയന്ത്രണത്തില. അടിമ എപ്പോഴും യജമാനനുമായിട്ട് ഒരു കയറുകൊണ്ട് അല്ലെങ്കിൽ ഒരു അതിരിനുള്ളിൽ കിടന്ന് കറങ്ങുന്ന അവസ്ഥയാ അടിമയ്ക്കുള്ളത്. എന്നാൽ ഇന്ന് രാത്രികാലം പറ, ഇന്നലകളിൽ ഒരു അടിമയെ പോലെ അവഗണിച്ചവരുടെ മുൻപിൽ മാനിച്ച ഒരു ദൈവം എനിക്കുണ്ട് കേട്ടോ. മാറ്റി നിർത്തിയവരുടെ മുൻപിൽ എന്നെ മുന്നിൽ കൊണ്ടുവന്നത് ആ ദൈവത്തിന്റെ കരമാ. ഈ മെസ്സേജ് ശ്രവിക്കുന്ന പ്രിയ സഹോദരി, ഏതെങ്കിലും വിഷയത്തിൽ നീ നീറിപ്പുകഞ്ഞ് ഒരു അടിമയെ പോലെ നീ കരയുകയാണോ? ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നിന്നോടുള്ള ആലോചനയാ, നീ ഏതു വിഷയത്തില് കരഞ്ഞ് നിലവിളിച്ച് നീറിപ്പുകഞ്ഞിരിക്കുമ്പോൾ, ഒരടിമയെ പോലെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറുവാൻ തയ്യാറാണോ? നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വിടുതലിന്റെ കരം ഇന്ന് രാത്രികാലം വെളിപ്പെടാൻ പോകുക. അത് നിന്റെ ഏകാന്തതയിൽ വെളിപ്പെടാൻ പോകുക. 4 ഭിത്തിക്കുള്ളിൽ നിന്നെ ഒതുക്കി ഒന്നുമില്ലാതാക്കി മാറ്റുവാൻ ഒരു അടിമയെ പോലെ സമൂഹത്തിന്റെ മുന്നിൽ പരസ്യ കോലമാക്കുവാൻ നോക്കുന്ന ദുഷ്ട പിശാചിന്റെ പ്രവർത്തനങ്ങളെ തകർത്തു കളയുവാൻ നിന്റെ പ്രാർത്ഥനാ മുറിയിലെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഞാൻ ഉറപ്പോടുകൂടെ പറയുമ്പോൾ, അങ്ങനെ ഉറപ്പുള്ളവർ ദൈവത്തെ ആരാധിച്ചോ. നിന്റെ ആരാധനയിൽ ചില അടിമമുഖങ്ങൾ തകരാൻ പോകുക. നിന്റെ കുടുംബത്തിൽ ആരെല്ലാം നിനക്കെതിരായിട്ട് തിരിഞ്ഞാലും, ഒരു ദേശം മുഴുവൻ നിനക്കെതിരായിട്ട് തിരിഞ്ഞാലും, പ്രാർത്ഥനയുടെ ശക്തിയാൽ ചില അടിമത്യുമുഖത്തിന്റെ കയറുകളെ പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് മറന്നു പോകരുത്. ഓ, രക്തത്താൽ ജയം. ദൈവാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് ഇടപെടുകയാ. ചിലരോട് ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിക്കാലം അതിശക്തമായിട്ട് ഇടപെടുകയാ. നിന്റെ തലമുറയെ കുറിച്ച് നീറിപ്പുകയുന്ന വിഷയത്തിൽ, നിന്റെ കുടുംബജീവിതത്തിലെ താളപ്പിഴകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ക്രിസ്തുവിന്റെ കരം ഇന്നു രാത്രിക്കാലം വെളിപ്പെട്ടു വരികയാ. ഇന്നു രാത്രിക്കാലം നിന്റെ വിഷയത്തെ അവൻ തൊടാൻ പോകുക. നിന്റെ മുന്നോട്ടുള്ള നന്മകൾക്കെതിരെ, അനുഗ്രഹത്തിനെതിരെ ദുഷ്ട പിശാച് കെട്ടിയിരിക്കുന്ന അടിമമുഖത്തെ തകർത്തു കളയുന്ന ഒരു അഭിഷേകം ഈ മീറ്റിംഗിൽ വെളിപ്പെടണം. പ്രിയമുള്ളവരെ, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് പിരിയുകയല്ല ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം. എത്ര പേർ പറയുന്നു, ഈ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ, അടുത്ത മീറ്റിംഗിൽ കടന്നു വരുമ്പോൾ എനിക്ക് പറയണം വിടുതലിന്റെ സാക്ഷ്യം. അടിമമുഖത്തിൽ നിന്ന് എന്നെ
എന്നെ പുറത്തു കൊണ്ടുവന്ന ആ ക്രിസ്തുവിന്റെ കരം എന്റെ വിഷയത്തിൽ, എന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടതിന്റെ സാക്ഷ്യം അടുത്ത മീറ്റിംഗിൽ എനിക്ക് പറയണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? പ്രിയ സഹോദരി, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാ. ഇന്ന് രാത്രികാലം സമർപ്പിച്ചോ. അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന അവന്റെ കരം കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിയിട്ടില്ല. കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല. ഞാൻ വളരെ അഭിമാനത്തോടു കൂടെ പറയട്ടെ, പ്രിയ ഷൈനി സിസ്റ്റർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. എല്ലിയോൺ മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന പ്രിയ കർത്തൃദാസി, കൊല്ലത്ത് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. അനേക അടിമനുഖത്തിൽപ്പെട്ടവരെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുമ്പോൾ പറയണം, ഇതെന്റെ കഴിവല്ല, എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാണെന്ന്. എന്നിൽ വ്യാപരിക്കുന്ന ആരാധനയുടെ, പ്രാർത്ഥനയുടെ വലിപ്പം നമുക്ക് ചിലരെ അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് പരിശുദ്ധാത്മ നിയോഗത്താൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നീ കരയുന്ന വിഷയത്തിൽ ഓർത്തെടുത്ത്, നിന്റെ കരയുന്ന വിഷയത്തെ ഓർത്തെടുത്ത് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇന്നലകളിൽ നിന്റെ ഉറക്കം കെടുത്തിയ, ഇന്നലകളിൽ ജീവിതത്തിൽ ഭയം കൊണ്ടുവന്ന, പിശാച് കൊണ്ടുവന്ന ചിന്തകളിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു യജമാനന്റെ കരം ഇന്ന് രാത്രികാലം ചില കുടുംബങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുക. എത്ര പേർ ദൈവസന്നിധിയിൽ കരയുവാൻ തയ്യാറാ? എത്ര പേർ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തയ്യാറാ? ദൈവമേ, ഞാൻ കാണുന്നത് ഒരു അടിമ ക്രിസ്തുവിനെയല്ല, എന്റെ സ്ഥിതികളെ മാറ്റിയ ഒരു നല്ല യജമാനനുണ്ട്. ഇന്നലെ എന്നെ അടിമ എന്ന് പറഞ്ഞ് എന്നെ തകർക്കുവാൻ വന്ന പിശാചിന്റെ പിടിയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു അതിമഹത്തായ ഒരു കരം എന്റെ വിഷയത്തിൽ വെളിപ്പെട്ടു വരട്ടെ. അപ്പാ, പിതാവേ എന്ന് വിളിക്കുവാൻ എനിക്ക് അവകാശം നൽകിയ എന്റെ അപ്പന് എന്റെ കാര്യങ്ങൾ അറിയാം. ശരിയല്ലേ? നമ്മളൊക്കെ പറയത്തില്ലേ, അപ്പ എന്ന് വിളിക്കുമ്പോൾ എന്തുവാ? സ്വന്തം അപ്പനെ അയലോക്കത്തുള്ള ആരും വന്ന അപ്പ അപ്പ എന്ന് വിളിക്കത്തില്ല. സ്വന്തം മകന് സ്നേഹത്തോടെ അവകാശത്തോടു കൂടെ പറയണം, അപ്പ, ഞാൻ ഇന്ന വിഷയത്തില് എനിക്ക് പ്രശ്നമുണ്ട്, അല്ലേ? കൊച്ചുപിള്ളാരൊക്കെ പപ്പായോട് പറയത്തില്ലേ, എനിക്ക് മുട്ടായി മേടിച്ചു തരണമെന്ന്. എന്താ? പിള്ളേർക്കറിയാം, കുഞ്ഞുങ്ങൾക്കറിയാം, എന്റെ അപ്പനോട് പറഞ്ഞാൽ എന്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുവാൻ കഴിവുള്ള ഒരു അപ്പന്റെ മകനാ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങളോടും എന്നോടുമുള്ള ദൈവത്തിന്റെ ആലോചനയാ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നുവെങ്കിൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായിട്ട് നമ്മളെ പുലർത്തുവാൻ കഴിവുള്ള നല്ല ഒരു യജമാനനാ നമ്മളെ അടിമനുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നുവെന്ന് മറന്നു പോകരുത്. ഇനി അടുത്തൊരു കാര്യമുണ്ട്. ഈ അടിമനുഖം എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കാൻ മനുഷ്യർക്കും ലോകത്തിനും പിശാചിനും കഴിയും. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ ഇരിക്കാൻ ഒരു പരിധി വരെ മനുഷ്യർക്കും ലോകത്തിനും ചെയ്യുവാൻ കഴിയും. പക്ഷേ ദൈവം ആ വിഷയത്തിൽ എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ഏതു മനുഷ്യൻ നോക്കിയാലും, ഏതു ലോകം നോക്കിയാലും, ഏതു പിശാച് നോക്കിയാലും നിന്റെ വാഗ്ദത്തത്തെ പൂട്ടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് മറന്നു പോകരുത്. വാഗ്ദത്തമുള്ളവർ ദൈവത്തെ ആരാധിച്ചോണം. ഒരു പരിധി വരെ നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ തടസ്സപ്പെടുത്തുവാൻ, കേട്ടോ, അതിനെ തകർക്കുവാനല്ല, തടസ്സപ്പെടുത്തുവാൻ പിശാചിനും മനുഷ്യർക്കും ഒരു പരിധി വരെ കഴിയും. എന്നാൽ അതിൻ്റെ നടുവിൽ പ്രാർത്ഥനയോടുകൂടെ എഴുന്നേറ്റാൽ ആര് നിനക്ക് കുഴി ഒരുക്കുവാൻ, ആര് നിന്നെ ഇട്ടുമൂടുവാൻ പദ്ധതിയിട്ടോ അവനെ മൂടോടെ പർപ്പിക്കുന്നത് എന്റെ ക്രിസ്തുവിന്റെ കരത്തിന്റെ ബലമെന്ന് മറന്നു പോകരുത്. നമുക്കറിയാം, ഉദാഹരണം യോസഫിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ആഴത്തിലേക്ക് മനസ്സിലാകുവാനിടയായി തീരും. യോസഫിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയും,
എന്തുവാ സ്വപ്നം കണ്ടതുകൊണ്ടല്ലേ, അപ്പന്റെ ഇഷ്ടപുത്രനായതുകൊണ്ട് സ്വന്തം സഹോദരങ്ങൾക്ക് എന്തുവായി? അവനോട് അസൂയ തോന്നി, അവനെതിരെ ഗൂഢാലോചന ചെയ്തു, അവനെ കൊന്നുകളയണമെന്ന് വിചാരിച്ച് അവനെതിരെ പല കുരുക്കുകളും ഉണ്ടാക്കി. ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ചിന്ത എന്ന് പറയുന്നത്, ജോസഫിന് പിതാവായ യാക്കോബ് വളരെ സ്നേഹത്തോടെ, അല്ലേ, യാക്കോബ് ഏറെ സ്നേഹിച്ച മകനാ ജോസഫ്. ആ യാക്കോബ് വളരെ സ്നേഹത്തോടെ പ്രിയപുത്രന് ഒരു വസ്ത്രം കൊടുത്തു. നിങ്ങൾക്കറിയാം, അവനത് ധരിച്ചുകൊണ്ട് സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് ചെന്നപ്പോൾ ജോസഫ് കാണുന്നതിന് മുമ്പ് ആദ്യമേ സഹോദരങ്ങളാ അവനെ കാണുക. എടാ, സ്വപ്നക്കാരൻ വരുന്നു, അവന്റെ നോട്ടം എങ്ങോട്ടാ? ഇവരുടെ നോട്ടം എങ്ങോട്ടാ? ഇവനെ കൊന്നു കളയണം. ഈ ആദ്യമേ ഇവന്റെ വസ്ത്രം നമുക്ക് ഉരിച്ചു മാറ്റണം. അന്ന് മുതലാ നമുക്ക് ഒരു സ്വസ്ഥതയില്ലാതെ ഇവന് അപ്പൻ വസ്ത്രം കൊടുത്തു. ആദ്യം ഇവന്റെ വസ്ത്രം നമുക്ക് ഉരിച്ചു മാറ്റാം, എന്നിട്ട് ഇവനെ പൊട്ടക്കിണറ്റിൽ നമുക്ക് ഇടാം, എന്നിട്ട് ഇത് നമുക്ക് തെളിവായിട്ട് അപ്പനെ കൊണ്ട് കാണിച്ചാൽ പാവം പിടിച്ച അപ്പൻ വിശ്വസിക്കും. ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ചോദ്യം, അപ്പൻ കൊടുത്ത വസ്ത്രം ജോസഫിന്റെ സഹോദരങ്ങൾ അഥവാ അപ്പന്റെ മക്കൾക്ക് ഊരിമാറ്റുവാൻ കഴിയും? വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുമ്പോൾ അപ്പൻ കൊടുത്ത വസ്ത്രം സ്വന്തം സഹോദരങ്ങൾക്ക് ഊരിമാറ്റുവാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, ലോകം കൊടുത്തത് ലോകത്തിന് അഴിച്ചു മാറ്റുവാൻ കഴിയും. ലോകം കൊടുത്തത് ലോകത്തിന് തിരിച്ചെടുക്കാൻ കഴിയും. ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ദൂത് പറയട്ടെ, ജോസഫിന്റെ വസ്ത്രം ഒരു വശത്ത് സ്വന്തം സഹോദരങ്ങൾ അഴിച്ചു മാറ്റുമ്പോൾ, അതേ സമയത്ത് സ്വർഗത്തിലെ അപ്പൻ ഒരു വസ്ത്രം അവന് വേണ്ടി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ വസ്ത്രത്തിന്റെ വലിപ്പം എന്താണെന്നറിയാമോ? കൊട്ടാരത്തിലെത്തുമ്പോൾ പ്രൈം മിനിസ്റ്റർ കുപ്പായമണിയുമ്പോൾ ആര് അവന്റെ വസ്ത്രം അഴിച്ചു മാറ്റിയോ അവരെ കൊണ്ട് സല്യൂട്ട് ചെയ്യിപ്പിക്കുന്നതാ എന്റെ ദൈവത്തിന്റെ പദ്ധതി എന്ന് മറന്നു പോകരുത്. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇന്ന് രാത്രികാലം ഇടപെടുക. ഒരുപക്ഷെ നീ പലരിലും ആശ്രയിച്ചു, ലോകക്കാരിൽ നീ ആശ്രയിച്ചു. ഇന്ന വ്യക്തികൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ, ഇന്ന വ്യക്തികൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ, ആ വസ്ത്രം അഴിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമെന്ന്. എന്നാൽ ലോകം തന്നത് ലോകം തിരികെ എടുക്കുമ്പോൾ അവിടം കൊണ്ട് ഒതുങ്ങുന്നതല്ല നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്ന് മറന്നു പോകരുത്. ഒരു വശത്ത് ലോകം അഴിച്ചു മാറ്റുമ്പോൾ മറുഭാഗത്ത് എനിക്കും നിനക്കും വേണ്ടി ലോകത്തിന് ചിന്തിക്കുവാൻ കഴിയാത്ത, ലോകത്തിന്റെ ബുദ്ധിമണ്ഡലങ്ങൾക്കുള്ളിൽ ഒതുങ്ങുവാൻ കഴിയാത്ത ഒരു ശ്രേഷ്ഠമേറിയ വസ്ത്രം സ്വർഗത്തിലെ അപ്പൻ യോസഫിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്നലകളിൽ നിന്ദിച്ചവരുടെ മുന്നിൽ, ഇന്നു നിന്ദിക്കുന്നവരുടെ മുന്നിൽ അവരെ കൊണ്ട് തന്നെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിപ്പിക്കുന്നതാ ദൈവം നിനക്ക് നൽകുന്ന സ്വാതന്ത്ര്യമെന്ന് ഞാൻ ആത്മാവിൽ ആലോചന കൈമാറുമ്പോൾ എത്ര പേർക്ക് ആമേൻ പറയുവാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം അതിശക്തമായിട്ട് ദൈവത്തിന്റെ ആലോചന ചില വ്യക്തികളോട് ഇടപെടുക, ചില കുടുംബങ്ങളോട് ഇടപെടുക. മറ്റാരിലുമില്ലാത്ത നിന്നയിൽ കൂടാണോ നീ കടന്നു പോകുന്നത്? മറ്റാരിലുമില്ലാത്ത അടിമയാകുന്ന വേദനയിൽ കൂടെയാണോ നീ കടന്നു പോകുന്നത്? നിന്റെ സ്വന്തം സഹോദരങ്ങൾ മാറി നിന്ന് നിന്നെ പരിഹസിക്കുമ്പോൾ, നിന്റെ സ്വന്തക്കാർ മാറി നിന്ന് നിനക്കെതിരെ അപവാദം പറയുമ്പോൾ അതിന്റെ മുന്നിൽ തകർന്നു പോകരുത്. നിന്റെ ഈ അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന യോസഫിന്റെ ദൈവം ഈ കാലഘട്ടത്തിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ടെന്ന് മറന്നു പോകരുത്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. എത്ര പേർ ദൈവത്തെ ആരാധിക്കുന്നു? എവിടെ നീ നിന്നെ അനുഭവിച്ചോ, ഏത് സ്ഥലത്ത് നീ നിന്നെ അനുഭവിച്ചോ, അവിടെ തല ഉയർത്തി കൊണ്ടുവരുന്നതാ ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യമെന്ന് മറന്നു പോകരുത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ ദേവദാസി പൂജ
ദൈവാത്മാവ് ഇടപെടുകയാ. നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിൽ ആരെല്ലാം അതിന് എതിരായിട്ട് നിന്നാലും അവരുടെ മനസ്സിനെ മാറ്റി നിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് മറന്നു പോകരുത്. അടിമനുഖത്തിൽ കിടക്കുമ്പോഴും ഈ അടിമത്തത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരുമെന്ന് നീ ചിന്തിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ഈ ദിനങ്ങൾ തന്നെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുവാൻ പോകുകയാണെന്ന് ഞാൻ ആലോചന കൈമാറുമ്പോൾ എന്നോടുകൂടെ ചേർന്ന് ആമേൻ പറയുവാനിടയായി തീരുമോ? ഇന്ന് രാത്രികാലം ചില വ്യക്തികളെ നോക്കി പറയുക, ദൈവമേ, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ കരകയറും? ഈ അടിമച്ചന്തയിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും? സഹോദരി, സഹോദര, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാ. ലോകത്തിന് ചിന്തിക്കാൻ പോലും വയ്യാത്ത രീതിയിൽ, കഴിയാത്ത രീതിയിൽ മാന്യതയുടെ പടവുകൾ ഒരുക്കുന്നതാ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വന്ന് സ്വാതന്ത്ര്യം തരുന്നുവെന്ന് മറന്നു പോകരുത്. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ നിന്ന് ഞാൻ തെളിയിക്കട്ടെ. ഇസ്രായേൽ മക്കൾ മിസ്രൈമെ അടിമത്വത്തിൽ വർഷങ്ങളായിട്ട് ഊഴിയവേല ചെയ്തുകൊണ്ട് അടിമകളെ പോലെ അവർ കിടക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുക. എന്നാൽ ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ വാഗ്ദത്തം അടിമയായി അവസാനിപ്പിക്കുവാനല്ല ഇസ്രായേലിനെ കുറിച്ച് ദൈവം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പദ്ധതി. ദൈവം മോശയെ തിരഞ്ഞെടുത്തപ്പോൾ മോശയോട് പറയുക, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു, എന്റെ ജനത്തിന്റെ കഷ്ടത നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. എനിക്ക് അവരെ അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളണം, നിന്റെ നിലവിളി ആരും കേൾക്കുന്നില്ല എന്ന് നീ വിചാരിച്ച് ഒറ്റയ്ക്കിരുന്ന് ആരും കാണാതെ ബാത്റൂമിലും റൂമിലും ഇരുന്ന് കരയുന്ന കരച്ചിൽ നിന്റെ കൂടെയുള്ളവർക്ക് കേൾക്കാനോ കാണുവാനോ കഴിയത്തില്ല. എന്നാൽ മനുഷ്യന് കാണാൻ കഴിയാത്തത്, മനുഷ്യന് കേൾക്കുവാൻ കഴിയാത്തത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ അപ്പനുണ്ട്. അവൻ നിനക്ക് സ്വാതന്ത്ര്യം തന്നാൽ നീ ഏത് വിഷയത്തിൽ ഞരങ്ങുന്നുവോ, ഏത് വിഷയത്തിൽ നിലവിളിക്കുവോ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അടിമത്തത്തിൽ നിന്ന്, അടിമത്തത്തിന്റെ ചങ്ങലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പദ്ധതി എന്ന് മറന്നു പോകരുത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഇവിടെ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഡേറ്റ് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. ആബീബ് മാസം 14-ാം തീയതി ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നത് ജയഘോഷമായിട്ടാ. ഞാൻ ചോദിച്ചോട്ടെ, ആബീബ് മാസം 14-ാം തീയതി മിസ്രൈമ്യ അടിമനുഖത്തിൽ നിന്ന് ഇസ്രായേലിനെ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാനുള്ള ഡേറ്റ് തീരുമാനിച്ചത് മോശയല്ല, അഹരോനല്ല, മിര്യാമല്ല, ഇസ്രായേലിലെ പ്രഭുക്കന്മാരല്ല. ആ ഡേറ്റ് തീരുമാനിച്ചത് പിതാവായ ദൈവമെങ്കില് ആ ഡേറ്റില് ഒരു മിനിറ്റ് പോലും തെറ്റാതെ, ഒരു സെക്കൻഡ് പോലും തെറ്റാതെ അടിമത്തത്തിൽ നിന്ന് തന്റെ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് നിന്നെ ഞെരുക്കുന്ന അടിമത്തത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തീരുമാനിച്ചാൽ, ആരെല്ലാം അതിന് എതിരായിട്ട് തീർന്നാലും, ആരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നാലും, ദൈവം തീരുമാനിച്ച ഡേറ്റിൽ തന്നെ നീ പുറത്തു വരും. ഇന്ന് രാത്രികാലം വാഗ്ദത്തമുള്ളവർ, ദൈവ ശബ്ദം കേട്ടവർ ദൈവത്തെ ആരാധിച്ചോ. ഈ പ്രഭാതത്തിൽ, ഈ സായന്തന സന്ധ്യയിൽ, ദൈവമേ, ഇന്ന വിഷയത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം, ഇന്ന അടിമനുഖത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണമെന്ന് നീ ആരും കേൾക്കാതെ കരയുന്ന വിഷയത്തിന് ദൈവം അവൻ ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നു. അതിനെ തടയുവാൻ ഏതെല്ലാം രാജാക്കന്മാർ എഴുന്നേറ്റോട്ടെ, ഏതെല്ലാം ലോകത്തിന്റെ നിയമങ്ങൾ വന്നോട്ടെ, അതിന്റെ മുന്നിൽ പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റു, ഞാൻ പുറത്തു വരുമെന്ന്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അടുത്തത് ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യമാക്കുന്നത്
ശാപകരമായ അവസ്ഥയിൽ നിന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശുദ്ധ ബൈബിളിൽ ബത്സൈദ എന്ന പട്ടണം നമുക്കറിയാം. ബത്സൈദ എന്ന വാക്കിനർത്ഥം ശാപപട്ടണമാണ്. ആ ശാപപട്ടണത്തിൽ ഒരു കുരുടനുണ്ടായിരുന്നു, ഒരു അന്ധനുണ്ടായിരുന്നു. കർത്താവ് അവനെ സൗഖ്യമാക്കിയത് അവിടെ വെച്ചല്ല, അവിടെ ചെന്നല്ല. അവനോട് പറഞ്ഞു, നീ ഊരിന് പുറത്തു വരണം. ഞാൻ നിന്നെ ഊരിന് പുറത്തു കൊണ്ടുവന്ന് അവന്റെ കണ്ണിൽ തുപ്പി അവന് സൗഖ്യം നൽകി. എന്നിട്ട് പറഞ്ഞു, ഊരിൽ കടക്കുക പോലും അരുത്. എത്ര പേർക്ക് ആലോചന മനസ്സിലാകുന്നുണ്ട്? ദൈവം നമ്മെ ചില അടിമ നുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ ശാപകരമായ അവസ്ഥയിൽ നിന്ന് അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഒരു പക്ഷെങ്കിൽ നമുക്ക് അന്നേരം പോയി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഈ കുരുടനെ പുറത്തിറക്കുമ്പോൾ ഒരുപക്ഷെ അവന്റെ കൂട്ടുകാരെ അവന് നഷ്ടപ്പെട്ടേക്കാം, മാതാപിതാക്കളെ അവന് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ക്രിസ്തുവിന്റെ കരം അവനിൽ വന്നപ്പോൾ, ക്രിസ്തുവിൽ ആശ്രയിച്ചപ്പോൾ ഇന്ന് അവൻ അനുഭവിക്കുന്ന കംഫർട്ട് സോൺ അല്ല അവന് വലിയത്. അവന്റെ ജീവിതത്തിൽ വിടുതലാണ് ഏറ്റവും വലിയത്. ഇന്ന് രാത്രികാലം ആത്മാവിൽ ദൂത് ഞാൻ കൈമാറട്ടെ. ചില കംഫർട്ട് സോണുകൾ, നീ ഇന്ന് ആയിരിക്കുന്ന ചില കംഫർട്ട് മേഖലകൾ നഷ്ടപ്പെടുമ്പോൾ ഭാരപ്പെടരുത്. അതിന്റെ മുന്നിൽ പറ, ഈ കംഫർട്ട് സോണുകൾ നഷ്ടപ്പെടുമ്പോഴും എനിക്കുറപ്പുണ്ട്, എനിക്ക് വിടുതൽ നൽകുന്ന ഒരു ക്രിസ്തുവിന്റെ കരം എന്റെ കൂടെയുണ്ട്. ഇന്നലകളിൽ അന്ധകാരത്തിൽ കിടന്ന എന്റെ ജീവിതത്തിലെ കാഴ്ചകൾ തന്ന് എന്നെ മാനിച്ച ഒരു കരമുണ്ട്. ആ കരമുള്ളിടത്തോളം കാലം ഈ ശാപപട്ടണം എനിക്ക് വിഷയമല്ലെന്ന്. ഇന്ന് ഏതെങ്കിലും കൂട്ടുകെട്ടിൽ കിടക്കുന്ന വ്യക്തിയാണോ, നിനക്ക് ചില കംഫർട്ട് സോണുകൾ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ഒരു കാര്യം കൂടെ മറന്നു പോകരുത്. അടിമ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഡിക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ പ്രത്യേകിച്ച് അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു അടിമ സ്വഭാവമാണ്. ശരിയാണോ? പലപ്പോഴും ഓർത്ത് നോക്കിയേ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് സമയം മറന്നു പോകുന്നത് അതൊരു പിശാചിന്റെ അടിമത്തത്തിൽപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ആരും പണങ്ങി പോകരുതേ. ഏകദേശം ഒരു 84 ഡിവൈസുകളുണ്ട്. ഇനി എത്ര ഡിവൈസ് കാണുമെന്ന് അറിയത്തില്ല. എന്നോട് ആരും പണങ്ങരുത്. ദൈവാത്മാവ് ശക്തമായിട്ട് സംസാരിക്കുക. നമ്മുടെ അടിമനുഖം എന്തുവാ? നമ്മൾ ഓർത്തേക്കുന്ന പിശാച് ഇങ്ങനെ പിടിച്ച് കെട്ടിയിരിക്കുന്ന, ചില കയറിട്ട് കെട്ടിയിരിക്കുന്നതാണോ? നമ്മൾ തന്നെ ചില അടിമനുഖം നമുക്കായിട്ട് തന്നെ ഒരുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ പുറത്തു വരണം. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്. ചില പോയിന്റ് എഴുതിയെടുക്കും, നല്ല പ്രസംഗമാണെന്നൊക്കെ പറയും. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് രൂപാന്തരം ഉണ്ടാവുന്നു? മീറ്റിംഗിൽ കയറുമ്പോൾ പല വിഷയങ്ങളില്ലേ, കയറിയിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവമേ, ഞാൻ രോഗിയാ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിലാ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അവസ്ഥ, എൻ്റെ ജോലിപരമായിട്ടുള്ള വിഷയങ്ങളാ. പല വിഷയങ്ങൾ നിങ്ങൾക്ക് കാണാം, അൺസ്പോക്കൺ വിഷയങ്ങൾ കാണാം. നിങ്ങൾ ആരോടും പറയണ്ട. ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചോ, ദൈവമേ, മനുഷ്യനോട് പറയാത്ത വിഷയങ്ങൾ പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ എനിക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കണം. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കരയുന്ന മാതാവേ, കരയുന്ന സഹോദരി, നിന്റെ വിഷയങ്ങൾ കേൾക്കുവാനോ കാണുവാനോ ശ്രദ്ധിക്കുവാനോ ഒരുപക്ഷെ ആർക്കും കഴിയത്തില്ല. മനുഷ്യൻ പറയും, അയ്യോ കഷ്ടമായി പോയി, എന്തു ചെയ്യാം? എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കടന്നു വരുമ്പോൾ എന്തു ചെയ്യാമെന്ന് പറയുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ നീ ആരാധിക്കുന്നത്. നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണമെന്ന് ചോദിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാ ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും ആരാധിക്കുന്നുവെന്ന് മറന്നു പോകരുത്. ഞാൻ ചോദിക്കട്ടെ, ഫിലിം കാണുന്നവര്, സീരിയൽ കാണുന്നവര് കറക്റ്റ് ടൈം ഓർത്തിരുന്നത് കാണുമല്ലേ? തുടരുമെന്നും എല്ലാം കണ്ടാൽ, കണ്ടിന്യൂവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച സെയിം ടൈം ആകുമ്പോൾ ആ ദിവസം ഓർത്തിരുന്ന് എന്തെല്ലാം പണിയുണ്ടെങ്കിലും എത്ര ബിസി ഉണ്ടെങ്കിലും അല്ലേ, ആ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് കറക്റ്റ് ടൈം ആകുമ്പോൾ ടിവിയുടെ മുന്നിൽ വരും. ഇന്നൊരു സൂം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം മെസ്സേജ് അയക്കണം? ലാസ്റ്റ് പറയോ അങ്ങ് അല്ലേ, അങ്ങ് അയച്ച പുള്ളിക്കാരി അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഞാൻ കയറിയേക്കാം. നോ, ഞാൻ ഉൾപ്പെടെ പറയുക,
പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിക്കോ. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നൽകും. ചിലരൊക്കെ പറയും, അയ്യോ എൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു മറുപടിയില്ല, എന്താ ചെയ്യാനോ, ഇനി ആ സൂമിൽ കയറിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആ ദൈവദാസനോട് ഇനി വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി വേറെ ദൈവദാസനോട് പറയാം. നോ, നമ്മുടെ വിഷയത്തിന്റെ മുന്നിൽ ആ വിഷയത്തിൽ നമുക്കൊരു പേഴ്സണൽ പ്രെയർ ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഉറപ്പോടുകൂടെ നിങ്ങൾ എഴുതി വെച്ചോ, ഏത് വിഷയത്തിൽ നിങ്ങൾ തകർന്നിരിക്കുന്നോ, മറ്റാരോടും പറയുന്നതിന് മുമ്പ്, ദൈവദാസന്മാരോട് പറയുന്നതിന് മുമ്പ് തന്നെ നീ ആ വിഷയത്തിൽ തീരുമാനമെടുക്കണം. എൻ്റെ വിഷയത്തിന് ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിക്കും, ഇന്ന സമയം ഞാൻ കണ്ടെത്തും, എത്ര തിരക്കാണെങ്കിലും ഈ വിഷയത്തിൻ്റെ നടുവിൽ ഞാൻ കരയും, എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് നീ പറയുന്ന വ്യക്തിയാണോ? വിശ്വാസമുണ്ടോ? നാളുകൾ കഴിയുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തിൽ സ്വാതന്ത്ര്യം നൽകുവാൻ, സ്വാതന്ത്ര്യം തരുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് മറന്നു പോകരുത്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയാമോ? പ്രാർത്ഥന കൂടിയാൽ പിശാച് ഇരിക്കുന്ന ഇടത്ത് നിന്ന് അവന് അസ്വസ്ഥതയുണ്ടാവും. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു മീറ്റിങ്ങിൽ ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭൂതം പിടിച്ച ഒരു സഹോദരി കസറയും എടുത്തുകൊണ്ട് എന്നെ അടിക്കാനായിട്ട് വരിക. ഞാനപ്പോൾ അവിടെ എനിക്ക് നൽകിയ ബലം എന്താണെന്ന് അറിയാമോ? ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഭൂതം വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് താഴെ വീഴുവാനിടയായി തീർന്നു. ഞാനല്ല അത് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ശബ്ദമാണ് അത് മുഴങ്ങിയത്. ഞാൻ എന്താ അത് പറയാൻ കാര്യം എന്നറിയാമോ? അത് കണ്ടിട്ട് 10 പേര് സ്നാനപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് വരുവാനിടയായി തീർന്നുവെന്ന് അഭിമാനത്തോടുകൂടെ ഇന്ന് രാത്രിക്കാലം ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പ്രാർത്ഥനയുണ്ടോ? നമ്മുടെ വിഷയത്തിന്റെ മുൻപിൽ നാം തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ അടിമമുഖം, അടിമച്ചങ്ങലയിൽ നിന്ന് ദൈവം വിടുവിക്കുന്നവന്. യോഹന്നാൻ 8:32 സമയം കുറവുകൊണ്ട് വായിക്കണ്ട. യോഹന്നാൻ 8:32 പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുക, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുക, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാ, ആർക്കും ഒരു നാളും ഞങ്ങൾ ഇതുവരെ ദാസന്മാരായിരുന്നിരുന്നിട്ടില്ല. അതിന് യേശു പറയുന്ന മറുപടിയുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസന്മാർ ആകുന്നു. ഇന്ന് രാത്രികാലം അടുത്ത ചിന്തയുടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ചിന്ത, അടിമ നുകത്തിൽ പിന്നെയും മടങ്ങിപ്പോകരുത്. നമ്മുടെ വാക്യത്തിന്റെ അവസാന ഭാഗമാ, അടിമ നുകത്തിൽ പിന്നെയും മടങ്ങിപ്പോകരുത്. ചിലരൊക്കെ മാനസാന്തരം ഉണ്ടാവും, അത് കഴിഞ്ഞ് വീണ്ടും ആ മാനസാന്തരത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ഒരച്ചായൻ നാളിൽ പറഞ്ഞായിരുന്നു, എൻ്റെ പാസ്റ്ററെ ഡെയിലി ഞാൻ 10 സിഗരറ്റ് വലിക്കുമായിരുന്നു, ഇപ്പോൾ അത് ഞാൻ നേരെ ഇപ്പം ഒരെണ്ണമാക്കി. അതാണോ നമ്മുടെ മാനസാന്തരം? ഡെയിലി പെഗ് അടിക്കുന്ന ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ ഒരെണ്ണമാക്കി. അങ്ങനെയുള്ള മാനസാന്തരമാണോ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അടിമ നുകത്തിൽ നിന്ന് നീ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് പറയുന്നത്, ക്രിസ്തുവിൽ ഉറച്ചാൽ നീ എടുക്കുന്ന തീരുമാനവും ഉറച്ചതായിരിക്കും, വഴുവഴുപ്പുള്ളതല്ല കേട്ടോ. ഇന്ന് രാത്രിക്കാലം ആരെങ്കിലും രഹസ്യമായിട്ട് പാപ സ്വഭാവമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, ദൈവമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഞാൻ ജനിച്ച നാടിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്, ഞാൻ പാർക്കുന്ന ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയത് ജൂലൈ 4-ാം തീയതിയാണ്, എനിക്ക് ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി പേർ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ അവരെക്കാൾ ഉപരിയായിട്ട് നമുക്ക് ആഘോഷിക്കുവാൻ, ആശ്വസിക്കുവാൻ വകയുണ്ട്. ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച ഒരേ ഒരു ദൈവം, ഇതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അടുത്തത് ഒരു ചിന്തയുടെ പറയട്ടെ, അടിമ നുകത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഏറ്റവും വലിയ മാർഗം എന്താണെന്ന് അറിയാമോ? അടിമ നുകത്തിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് കർത്താവുമായി നല്ല ബന്ധം ഉണ്ടാകണം. എനിക്കറിയാം ഇനി 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ, ഞാൻ നിർത്താം. കർത്താവുമായി നല്ല ബന്ധം ഉണ്ടാകണം. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് വല്ല രോഗം വരുമ്പോഴോ എന്തൊരു ആവശ്യം വരുമ്പോഴോ ആണോ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്? നാം ദൈവത്തോട് വിളിക്കുമ്പോൾ
ദൈവം പറയണം ഇന്ന ആള് മറിയാമ്മ അല്ലെങ്കിൽ ചിന്നമ്മ, എനിക്ക് ആ ശബ്ദം, ആ പേര് എനിക്ക് നല്ല പരിചയമുള്ള പേരാന്ന് പറയണം. അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് ഈ മീറ്റിംഗിൽ നിങ്ങൾ പറയണം, എൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടല്ല, എനിക്ക് സുഖമുള്ളപ്പോഴും എനിക്ക് ആപത്തുള്ളപ്പോഴും, സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിക്കും. കാരണം എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഉദാഹരണം പറയാം. പണ്ടൊക്കെ, ഇപ്പോഴല്ലേ ഈ മൊബൈൽ യുഗം വന്നത്, പണ്ടൊക്കെ ഈ ലാൻഡ് ലൈനില് ഈ ആൾക്കാർ ഈ നമ്മളെ കളിപ്പിച്ച് വിളിക്കുമായിരുന്നു, അല്ലേ? പേര് മാറ്റിയൊക്കെ വിളിക്കും, ശരിയല്ലേ? അപ്പം നമ്മൾക്ക് കേട്ടോണ്ടിരിക്കുന്ന ആ ശബ്ദമാണെങ്കിൽ നമ്മൾ പേര് മാറ്റി വിളിച്ചാലും ID തെളിഞ്ഞു വന്നില്ലെങ്കിൽ പറയും, എടാ ബാബുവേ എന്താടാ കളിപ്പിക്കുന്നത്? അതെങ്ങനെ അറിയാം എന്നെ? എടാ നിന്നെ ഞാൻ എന്നും, നിന്റെ ശബ്ദം എനിക്കറിയില്ല, നീ എന്നെ എന്നും വിളിക്കുന്നതല്ലേ, നീ എൻ്റെ അടുത്താണ് അവിടെ വിലയും കൊണ്ട് വരുന്നത്, ശരിയല്ലേ? നമ്മളൊക്കെ ചിന്തിച്ചിട്ടില്ല. ഞാൻ കൊച്ചിനെ ചെയ്തിട്ടുള്ളതാ. എൻ്റെ ആൾക്കാർ കളിപ്പിച്ച് വിളിക്കും, അതോടെ കയ്യോടെ ഞാൻ പൊക്കും. പക്ഷെ ചിലര് ഫോൺ വിളിക്കുമ്പം ഒരു പിടിയും കിട്ടത്തില്ല. അപ്പം പറയും, ഒന്ന് ഓർത്ത് നോക്കിക്കേ. എവിടെ ഓർക്കാനാ? കാരണം വിളിയില്ല, കണക്ഷനില്ല. പക്ഷെ എന്നും കണക്ഷനും വിളിയും കൊണ്ടിരുന്നാൽ പറയാതെ തന്നെ ഹലോ എന്ന് പറയുമ്പോൾ തന്നെ, ആ എടാ എന്ത് പറയുന്നു ബാബു, നീ എവിടാ, നമ്മൾ ചോദിക്കത്തില്ലേ? ആരും ബാബു എന്നുള്ള പേരുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനൊക്കെ ഓർക്കുവാൻ അത്രയ്ക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരി, നിന്റെ പ്രാർത്ഥനാ വിഷയം നീ ഒരുപക്ഷെ വാ കൊണ്ട് തുറന്നു പറയേണ്ട ആവശ്യം പോലുമില്ല. നീ കിടക്കാൻ നേരം, എൻ്റെ ദൈവമേ, എൻ്റെ ഈ വിഷയത്തിൽ നിന്ന് നീ എന്നെയൊന്ന് മോചിപ്പിച്ചിരുന്നെങ്കിൽ, സ്വാതന്ത്ര്യം നൽകിയിരുന്നെങ്കിൽ നീ മനസ്സിൽ വിചാരിച്ചാൽ മതി. നിന്റെ വിചാരങ്ങളെ അറിയുന്നവൻ, ദൈവമായിട്ട് നീ ഒരു നല്ല ബന്ധമുണ്ടെങ്കിൽ അവൻ തക്ക സമയത്ത് നിനക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, നാം പലപ്പോഴും നമ്മൾ പറയാറില്ലേ, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമെന്ന് നമ്മൾ പറയാറില്ലേ? ഈ കാലഘട്ടത്തില് എഡിസിൻ ഫെലോഷിപ്പ് മിനിസ്ട്രിയില് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എത്ര പേർ ആഗ്രഹിക്കുന്നു ഇത് ദൈവം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ബിനോയുടെ ദൈവമായിട്ട്, തോമസ് മത്തായിയുടെ ദൈവമായിട്ട് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നു. ബെന്നി ബ്രദറിനെ അഡ്രസ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ അഡ്രസ്സിൽ എൻ്റെ ദൈവം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയുവാനിടയായിത്തീരും, ദൈവമേ, ഞാനും നീയുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ എൻ്റെ ദൈവം മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടേണ്ടത് എൻ്റെ പേര് പറയണമെന്ന്. കാരണം അയൽവക്കത്തുള്ള കുഞ്ഞമ്മയോട് ദൈവ വിഷയങ്ങള് കുഞ്ഞമ്മ നിലവിളിക്കുമ്പോൾ ദൈവം പറയണം, എടാ എടി, ഇത് ചിന്നമ്മയുടെ ദൈവമാണെന്ന്. എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് പറയാൻ അവകാശമുണ്ട്, ദൈവത്തിന് പറയാൻ അഭിമാനമുണ്ട്. ഇവൾ എന്നോട് നിരന്തരം യാചിക്കുന്നവളാ, നിരന്തരം പ്രാർത്ഥിക്കുന്നവളാ. അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിന്നെ സ്വതന്ത്രമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ യജമാനൻ നിന്നെ ഓമന പേര് ചൊല്ലി നിന്നെ വിളിക്കുന്നവനാ. അവന് നിന്നെ കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്. നീ തീയിൽ കൂടെ നടക്കുമ്പോൾ, വെള്ളത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, നദിയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നിന്നെ മുക്കുന്ന ഒരു യജമാനനല്ല കേട്ടോ. ഇന്ന് രാത്രികാലം പല വിഷയങ്ങൾ കടന്നു വരട്ടെ, കാറ്റടിച്ചോട്ടെ, വെള്ളങ്ങൾ നിനക്കെതിരെ, തിരമാലകൾ പൊങ്ങിക്കോട്ടെ, നിന്റെ ബോട്ടില് ഒരു തുള്ളി വെള്ളം പോലും കയറാതെ വണ്ണം അക്കരെ എത്തിക്കുന്നതാ എൻ്റെ യജമാനനെന്ന് മറന്നു പോകരുത്. നീ ഉറങ്ങുമ്പോൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നല്ല യജമാനനാ നിനക്ക് സ്വാതന്ത്ര്യം തന്നത്. നിങ്ങൾക്കറിയാം, യാക്കോബ് കിടന്ന് ഉറങ്ങിയപ്പോൾ ലാബാൻ യാക്കോബിനെ ഫോളോ ചെയ്ത് അന്വേഷിച്ച് നടന്നപ്പോൾ അവനെ വഴിയിൽ വെച്ച് ദൈവം യഹോവ തടഞ്ഞിട്ട് പറയുക, എൻ്റെ ദാസനായ എൻ്റെ മകനായ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും നീ ചെയ്തു പോകരുതെന്ന്. ലാബാൻ വന്ന് യാക്കോബിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നേക്കാൾ ശക്തിയുണ്ട്, വലിപ്പമുണ്ട്, എനിക്ക് നിന്നെ നശിപ്പിച്ചു കളയാം, എന്നാൽ എന്നെ വഴിയിൽ വെച്ച് തടഞ്ഞ്
കൽപ്പിച്ച ഒരു ദൈവത്തെ, നിന്റെ ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു. ഇന്ന് രാത്രികാലം എൻ്റെ സഹോദരി നന്ദിയോടെ ദൈവത്തെ ആരാധിച്ചോ. നീ കിടന്ന് ഉറങ്ങുമ്പോഴും, നീ വിശ്വാസ നഷ്ടപ്പെടുത്തി കിടന്ന് ഉറങ്ങുമ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിന്റെ ശത്രുവിനെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി അവൻ പറയുകയല്ല, കൽപ്പിക്കുകയാ. ദൈവമായിട്ട് ബന്ധമുള്ള തന്റെ ഭക്തന് വേണ്ടി ഈ നല്ല യജമാനൻ പറയുകയല്ല, ചിലതിനെ കൽപ്പിച്ച് വഴിയിൽ വെച്ച് തടയുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. എത്ര പേർ നന്ദിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നു? ഒരുപക്ഷെ കെട്ടപ്പെട്ട കഴുതയെ പോലെ ഒരു കാലത്ത് നീ കറങ്ങി നടന്ന നിന്നെ ആരും കെട്ടഴിക്കുവാൻ കടന്നു വരാത്തപ്പോൾ ആ നല്ലവനായ യജമാനൻ നിന്റെ മുകളിൽ കയറിയതിനാലാണ് പലരും ഇന്ന് നിന്റെ മുന്നിൽ വന്ന് മുട്ടുമടക്കി ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിന്നെ എഴുന്നേൽപ്പിക്കുന്നത്. ഇന്ന് രാത്രിക്കാലം ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കള്ളന്മാരുടെ ആക്രമണത്തിൽ അർത്ഥപ്രാണനായി കിടന്നവനെ വഴിയമ്പലത്തിൽ എത്തിക്കുക മാത്രമല്ല, അവന്റെ മുറിവ് കെട്ടി വേണ്ടുന്നതെല്ലാം അവന് വേണ്ടി അറേഞ്ച് ചെയ്ത നല്ല ഒരു യജമാനൻ പറയുക, സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി. ക്രിസ്തു സ്വാതന്ത്ര്യം നൽകി. ഉറപ്പോടെ പറ, അടിമനുഖത്തിൽ ഞാൻ ഇനി മടങ്ങി പോകത്തില്ല. അതാണ് 2 കൊരിന്ത്യർ 3:17 പറയുന്നു, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എത്ര പേർ ഉറപ്പോടുകൂടെ പറയുന്നു, ഞാൻ പോകുന്നിടത്ത് അവന്റെ സാന്നിധ്യമുണ്ട്, എൻ്റെ യാത്രയിൽ അവന്റെ സ്വാതന്ത്ര്യമുണ്ട്, അവന്റെ സാന്നിധ്യമുണ്ട്, എൻ്റെ ജോലിയിൽ അവന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രികാലം പറ, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ആരെല്ലാം അടിമയാക്കാൻ വന്നാലും ഞാൻ സ്വാതന്ത്ര്യമുള്ളവളാണ്, ഞാൻ സ്വാതന്ത്ര്യമുള്ളവളാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്ന് രാത്രികാലം പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനയോടുകൂടെ കടന്നു കയറിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ വിഷമങ്ങൾ നിന്റെ ഭർത്താവ് കേൾക്കാനില്ലായിരിക്കാം, നിന്റെ മക്കൾ ഗമനിക്കാനില്ലായിരിക്കാം, എന്നാൽ നിന്നെ അറിയുന്ന, നല്ലതുപോലെ അറിയുന്ന ഒരു നല്ല യജമാനനുണ്ട്. ഇന്നലകളിൽ ഒരു സാമ്രാജ്യം പോലെ അടിമനുഖത്തിൽ നിന്നെ പിടിച്ച് കെട്ടിയിട്ട് നിന്നെ കുരങ്ങ് കളിപ്പിച്ചവരുടെ മുന്നിൽ മാനിച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും മാനിക്കുന്ന ഒരു നല്ല യജമാനനുണ്ട്. അതാണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അവൻ സ്വാതന്ത്ര്യം നൽകിയാൽ ഒരുവനെയും തൊടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആകയാൽ ഉറച്ചു നിൽക്കുവേൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കുടുങ്ങിപ്പോകാവുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരാം, നിന്നെ കുടുക്കുവാൻ പലതും നിന്റെ മുന്നിൽ വരാം. എന്നാൽ ആ ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ കുടുക്കിൽ അകപ്പെടാതെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാം. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. യജമാനൻ ലാസ്റ്റിൽ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ആ യജമാനൻ നിന്നെ സ്വാതന്ത്ര്യമാക്കുന്നവൻ മാത്രമല്ല, നമുക്ക് വേണ്ടി നിത്യമായ ഒരു ഭവനം അവൻ ഒരുക്കുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ആ കാഹളം മുഴങ്ങുമ്പോൾ ആ മധ്യാകാശത്തില് ആ യജമാനന്റെ കൂടെ നമുക്കും പോകാം. ഈ വചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന പ്രിയ തോമസ് അങ്കിളിനോടും ലിൻഡി ആന്റിയോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് നാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ. താങ്ക് യു ബിനോയ് പാസ്റ്ററെ. നമ്മളെ കേൾപ്പിച്ച വചനങ്ങളുടെ മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ച് നിൽപ്പീൻ. എന്തിലാണ് ഉറച്ചു നിൽക്കേണ്ടത്? ക്രിസ്തു തന്ന സ്വാതന്ത്ര്യത്തിൽ. ക്രിസ്തു തന്ന സ്വാതന്ത്ര്യം ഞാൻ പ്രസംഗിക്കാൻ പോവുകയല്ല. ക്രിസ്തു തന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ടു കോൾ, ദൈവത്തെ, സർവത്തെയും സൃഷ്ടിച്ച ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാനുള്ള അവകാശം. അടിമകൾക്ക് ആരെയും പിതാവെന്ന് വിളിക്കുവാനുള്ള അവകാശമില്ല. എന്നാൽ സർവലോകത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാനുള്ള അവകാശം നമ്മൾക്ക്
തന്ന ആ ദൈവത്തിന് പറയാനുള്ളത്, ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മൾ വിശ്വാസികളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഇല്ലാത്തതല്ല. ദർ ആർ ബൗണ്ടറീസ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ബൗണ്ടറീസ് ഉണ്ട്. ഇഫ് യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദാറ്റ് ബൗണ്ടറീസ്, യു ആർ ഗോയിങ് ടു ഗോ ബാക്ക് ഇൻ ടു ദ സെയിം ട്രാപ്പ് യു ഫെൽ. അവിടെ പറഞ്ഞേക്കുന്നത് തന്നെ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്നാണ്. ബൗണ്ടറീസ് ഇല്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കുടുക്കിക്കളയാനുള്ള ഇതാണ്. കാരണം ഞാൻ പാസ്റ്റർ ഇത് പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ച E.M. ഫോസ്റ്റർ എഴുതിയ ദ റൂൾ ഓഫ് ദ റോഡ് എന്നുള്ള ഒരു എസ്സേയിൽ ഒരു ഭാഗമുണ്ട്. 1917 റഷ്യയിൽ ബോൾഷെവിക് റെവല്യൂഷന് ശേഷം ഈ E.M. ഫോസ്റ്റർ റഷ്യയിൽ കൂടെ പോകുമ്പോൾ ജനക്കൂട്ടം റോഡ് തെങ്ങി സകലതും ഈ ഇടിച്ച് പൊളിച്ച് പോകുന്നു. അപ്പോൾ ചോദിച്ചു, വാട്ട് ഈസ് ഹാപ്പനിങ്? മറുപടി കിട്ടിയത്, വി ഗോട്ട് ഫ്രീഡം. അദ്ദേഹത്തിന്റെ കമന്റ് ഇതാണ്, ഇഫ് ദിസ് ഈസ് ദ മീനിങ് ഓഫ് ഫ്രീഡം, it will end up in chaos and utter tragedy. സീമകൾ ഇല്ലാത്ത സ്വാതന്ത്ര്യമല്ല ദൈവം നമ്മൾക്ക് തരുന്നത്, കണ്ടീഷണൽ സ്വാതന്ത്ര്യമാണ്. ക്രിസ്തുവിലാണ് നമ്മൾ സ്വതന്ത്രരായിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിലാണോ? നമ്മൾ സ്വതന്ത്രരാണ്. നമ്മൾ ക്രിസ്തുവിലാണോ എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശോധന ചെയ്യണം. ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നത് അവിടാണ്. നമ്മൾ ആ ഉറപ്പുള്ള പാറമേൽ, വഴുവഴുപ്പില്ലാത്തടത്ത് നമ്മളുടെ കാലുകളെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ക്രിസ്തുവിൽ നമ്മൾ സ്വതന്ത്രരാണ്, മറ്റാരിലുമല്ല. ക്രിസ്തുവിൽ ഇൻ ക്രൈസ്റ്റ് വി ആർ ഫ്രീ. അവിടെ നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ഒരു ലിമിറ്റേഷനും ഇല്ലാതെ വിളിച്ചു പറയാം. വി ആർ ഫ്രീ. മനുഷ്യന് മുമ്പിൽ നമുക്ക് പറയാൻ ഒക്കാത്ത കാര്യങ്ങൾ നമുക്ക് വിളിച്ചു പറയാനുള്ള ഒരു സന്നിധിയാണ് ക്രിസ്തുവിൻ്റെ സന്നിധി. ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് അടുത്തു വരാൻ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നെങ്കിൽ ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും കുരുക്കിൽപ്പെട്ട് നമ്മൾ നശിച്ചു പോകരുത്. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജോയി ചെങ്കൽ നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ദൈവസന്നിധി നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രന് ഞങ്ങളുടെ രക്ഷകനുമാകുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ അനുഗ്രഹീതമായിരിക്കുന്ന സമയം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആഴം പ്രാർത്ഥനയിലൂടെ പ്രാപിച്ചെടുപ്പാൻ കർത്താവ് ഞങ്ങളെ വചനത്തിലൂടെ ഉണർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. പാടുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ശക്തമായ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ അവിടെ നയിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശിഷ്യാൽ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാർത്ഥനയിലൂടെ പ്രാപിച്ചെടുക്കേണ്ടുന്ന സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ അങ്ങയുടെ ദാസനെ അവിടുത്തെ ഇണങ്ങിയ ആയുധമാക്കി പരിശുദ്ധാത്മാവ് തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്തൃകരങ്ങളിൽ പിന്നെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരങ്ങൾക്ക് 10,000 പ്രയോജനകരമായി തീരുമാറ് അവിടുത്തെ ദാസനെ ദൈവം ശക്തമായി കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കണം. വിശേഷാൽ ഈ പ്രാർത്ഥനാ സംരംഭത്തിന് നേതൃപദവി അലങ്കരിക്കുന്ന ക്രിസ്തുവില്ലാധരണീയരായ പ്രിയ അങ്കിളിനായി, ആൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രി ദൈവം ധാരാളമായി ഇവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഇതിൽ സന്നിഹിതരായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നിന്റെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ അവിടെ നിന്ന് അങ്ങനെ തന്നെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു.
തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് ഇടപെടുന്നതിന് നന്ദി. ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ നിന്ന് അനുഗ്രഹിച്ച കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിൻ്റെ ചിരാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, കൂട്ടായ്മ, കാവൽ, നാം ഇവരുടെ മാർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഈ മിനിസ്ട്രിയോടും ഇത് ലീഡ് ചെയ്യുന്ന നടത്തുന്ന പ്രിയപ്പെട്ടവരോടും ഐശ്വര്യമായി ദൈവജനം ശുശ്രൂഷിച്ച കർത്തൃദാസിനോടും ഈ സൂമിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷത വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ സ്തോത്രം. താങ്ക് യു ജോയ് പാസ്റ്ററെ, താങ്ക് യു വിനോയ് പാസ്റ്റർ. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്ത ആഴ്ചയിൽ പാസ്റ്റർ സിജി ചാക്കോ നമ്മളോടുകൂടെ വചനം സംസാരിക്കുവാനായി ഉണ്ടായിരിക്കും. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ തമിഴ്നാട്ടിലെ വേലകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ജോയിച്ചങ്കൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുക. റോയ് പാസ്റ്റർ ലൈനിലുണ്ടായിരുന്നു. റോയ് പാസ്റ്ററെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ജോയ് പാസ്റ്ററെ സുഖമായിട്ടിരിക്കുന്നേ? യെസ്, കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ആൻറ്റി എങ്ങനെയുണ്ട്? ആൻറ്റി പ്രൈസ് ലോർഡ്. ക്ഷേമായിരിക്കുന്നു. അങ്കിളെ ക്ഷേമായിരിക്കുന്നല്ലോ? യാത്രയൊക്കെ ബ്ലെസ്സിങ് ആയിരുന്നല്ലോ? കുഴപ്പമില്ല പാസ്റ്ററെ. യെസ്, യെസ്. ഓക്കെ, പ്രാർത്ഥിക്കുന്നു.